ഹലോ മച്ചുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. ഇതുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ഇന്ന് വരെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല. ഡിഫറെന്റ് എന്ന് പറഞ്ഞാൽ വളരെയധികം ഡിഫറെന്റ് ആണ്. ഒരു വീട്, ആ വീടിനുള്ളിൽ ഒരു 7-8 പേര് ട്രാപ്പ് ആയി പോവാണ്. അവരുടെ കൂട്ടത്തിൽ ഒരു 4-5 റോബോട്ടുകളും ട്രാപ്പ് ആവുന്നുണ്ട്. എന്തുകൊണ്ടാണ് റോബോട്ടുകളുടെ കൂടെ ഇവരിങ്ങനെ ഈ വീട്ടിൽ ട്രാപ്പ് ആയി കിടക്കുന്നത്? ശരിക്കും ആ റോബോട്ടുകളുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്? ഒരു ഘട്ടത്തിൽ ഈ വീട്ടിൽ പെട്ടെടുക്കുന്ന മനുഷ്യരുമായിട്ട് ഫിസിക്കൽ റിലേഷൻ ചെയ്യാൻ വരെ ഈ റോബോട്ടുകൾ നോക്കുന്നുണ്ട്. എന്താണ് ശരിക്കും ഇവറ്റകളുടെ ആ ഒരു ഉദ്ദേശം? ആരാണ് ശരിക്കും ഇവരെ ട്രാപ്പ് ചെയ്തത്? എന്തായാലും വളരെയധികം രസകരമായിട്ടുള്ള വ്യത്യസ്ത തീമായിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. സോ പോകല്ലേ കഥയുടെ ഈ മായ ലോകത്തിലേക്ക്. അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. വർഷം 2045. നമ്മൾ മനുഷ്യർ ഇന്നുള്ളതിനേക്കാൾ കുറച്ചുകൂടെ ഒന്ന് ബേസിക്കലി അഡ്വാൻസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും വീടുകളിൽ റോബോട്ട്സ്, അതുപോലെ തന്നെ AI ഫീച്ചേഴ്സ് ഇതെല്ലാം ഉണ്ട് ഇപ്പോ. അതായത് മനുഷ്യരുടെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾക്കായിട്ട് ഏതൊരു സാധാരണക്കാരുടെ വീട്ടിലും ഇതുപോലെയുള്ള ടെക്നോളജിയും കാര്യങ്ങളൊക്കെ അവർ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആലീസിന്റെ വീട്ടിൽ കാണിക്കുകയാണ്. ആലീസ് ഇപ്പൊ ഡിവോഴ്സ് ആണ്. അതുപോലെ തന്നെ അവർക്കൊരു പുതിയ ബോയ് ഫ്രണ്ട് ഉണ്ട്, മാക്സിന്റെ മകനും അവിടെ ഉണ്ടായിരുന്നു, ലിയോ. ഇവരെങ്ങനെ ആ ഹാളിൽ ഇരിക്കുന്ന സമയത്ത് ലിയോ ഒരു പ്രോഗ്രാം അങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. ആ പ്രോഗ്രാമിന്റെ പേര് ഹോമോ റെഡിക്കുലസ് അങ്ങനെയായിരുന്നു. ആ ഷോയിൽ ശരിക്കും ഈ സൈബോർഗുകൾ, അതായത് മനുഷ്യരും റോബോട്ടുകളും മിക്സ് ആയിട്ടുള്ള ഒരു പുതിയ തരം സംഭവമാണ്. ആ സൈബോർഗുകൾ മനുഷ്യരെ മൃഗത്തെ പോലെ ട്രീറ്റ് ചെയ്യുന്ന ആ രീതിയിലുള്ള ഒരു ഷോ ആണ്. ഇത് കണ്ട് വല്ലാതെ ഡിസ്കസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ ഈ ആലീസ് പറയണത് അത് ഓഫ് ചെയ്യാൻ വേണ്ടി. ഓഫ് ചെയ്തപ്പോ ഇപ്പൊ മാക്സ് ആലീസിനോട് പറയണത് ഇതൊക്കെ ഇപ്പൊ സ്വാഭാവികമായിട്ടുള്ള കാര്യമല്ലേ, അത് ജസ്റ്റ് ഒരു ഷോക്ക് വേണ്ടി അത് മനുഷ്യരായിട്ട് തന്നെ അഭിനയിച്ചു കൊടുക്കില്ലേ, അതിലെന്തിനാണ് ഇങ്ങനെ ഡിസ്കസ്റ്റിംഗ് ആണ്ട ആവശ്യം? അങ്ങനെ മാക്സ് ഓരോ കാര്യങ്ങൾ ആലീസിന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവരുടെ വീട്ടിലെ ഒരു AI റോബോട്ട് ഉണ്ട്, മൊണിക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. മൊണിക്കിനാണെങ്കിൽ ഈ മാക്സിന് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. ഇപ്പൊ ആലീസിന്റെ കുറെ പുസ്തകത്തിന്റെ കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് കവിതകൾ വായിക്കുന്ന ആളാണ് ഈ ആലീസ്. സോ അതിനെക്കുറിച്ച് ഇങ്ങനെ ഈ മാക്സിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വലിയ ഇൻട്രസ്റ്റിൽ മാക്സ് ഇങ്ങനെ ഇത് കേട്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഒട്ടും സിൻസിയർ അല്ലായിരുന്നു, അവന് താല്പര്യമില്ലാത്ത കാര്യമായിരുന്നു അതൊക്കെ. മാക്സിന്റെ ഈ കാര്യങ്ങളൊക്കെ ഈ ആലീസിന്റെ AI റോബോട്ട് ആയിട്ടുള്ള മൊണിക്ക് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരുടെ വീട്ടിലേക്ക് ആലീസിന്റെ എക്സ് ഹസ്ബൻഡ് ആയിട്ടുള്ള ഈ വിക്ടറും അതുപോലെ തന്നെ അവൻ പുതുതായിട്ട് കല്യാണം കഴിക്കാൻ പോകുന്ന ജെനിഫറും വന്നിട്ടുണ്ട്. കൂടെ തന്നെ അവന്റെ വളർത്തുമകളായിട്ടുള്ള നീനയുണ്ട്. സത്യം പറയുകയാണെങ്കിൽ വിക്ടറും ഈ ഒരു ജെനിഫറും കൂടെ മനഃപൂർവ്വം ഇങ്ങോട്ടേക്ക് വന്നതാണ്. അതായത് ഇവരുടെ ആ ഒരു വിവാഹം ബാക്കിയുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഐലൻഡിലേക്ക് പോയിട്ടാണ് നടത്തുന്നത്. അത് മനഃപൂർവ്വം തന്നെ ഈ ഒരു ആലീസിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. കുഴപ്പമൊന്നുമില്ല, ആ രീതിയിലൊക്കെ ആലീസ് സംസാരിക്കുന്നുണ്ടെങ്കിലും അവളുടെ ഉള്ളിൽ ചെറുതായിട്ടൊരു അസൂയ വരുന്നുണ്ട്. ഈ കാര്യം ആര് നോട്ടീസ് ചെയ്യാണ്? മൊണിക്ക്, ആ റോബോട്ട് നോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വിക്ടറിന്റെ എക്സ് വൈഫായിട്ടുള്ള ആലീസ് അതുപോലെ ഈ ഒരു ജെനിഫർ സംസാരിക്കുന്ന സമയത്ത് ജെനിഫറുടെ ഉള്ളിലും നല്ല രീതിയിലുള്ള അസൂയുണ്ട്. ആ കാര്യവും റോബോട്ടായിട്ടുള്ള മൊണിക്ക് ഡിക്റ്റേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ എല്ലാ കാര്യങ്ങളും ഈ മനുഷ്യർ സംസാരിക്കുമ്പോൾ അവരുടെ ആ ഒരു ബിഹേവിയർ, അവരുടെ ഇമോഷൻസ് ഇതെല്ലാത്തിനെയും നന്നായിട്ട് തന്നെ ഒബ്സർവ് ചെയ്യാണ് ഈ ഒരു മൊണിക്ക്. ഇതിനുശേഷം വന്നവർക്കായിട്ടുള്ള ഗസ്റ്റിന് വേണ്ടിയിട്ടുള്ള ചായയും അതുപോലെ തന്നെ പലഹാരവുമായിട്ട് ഈ മൊണിക്ക് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. മൊണിക്കിനെ കണ്ടപ്പോൾ തന്നെ വിക്ടറിന് ദേഷ്യം വരികയാണ്. അതായത് ഈ മൊണിക്ക് ഒട്ടും അഡ്വാൻസ്ഡ് അല്ല, ഇവളുടെ ആ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും ഇതുവരെയായിട്ടും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ ആലീസിനോട് ചോദിക്കുമ്പോൾ അതൊക്കെ മതി എന്ന് പറയാണ്. ശരിക്കും ഇവർ രണ്ടുപേരും സെപ്പറേറ്റ് ആവാനുള്ള ഒരു മെയിൻ കാരണം തന്നെ ഈ ഒരു മൊണിക് റോബോട്ടാണ്. എന്നാൽ ആലീസ് ഒരിക്കലും മൊണിക്കിനെ കുറ്റപ്പെടുത്തില്ല കേട്ടോ. അവൾക്ക് അത്ര ഇഷ്ടമാണ് ഈ മൊണിക്കിനെ. ഇതേ സമയത്ത് തന്നെ ഈ ഒരു വീട്ടിലെ AI ഫീച്ചർ ആയിട്ടുള്ള ഇതിന്റെ ഒരു പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ നോക്കുന്ന നെക്സ്റ്റ് എന്ന AI ഉണ്ടല്ലോ, ഇവരുടെ വീടിന് പുറത്ത് എന്തോ ഒന്ന് വന്നുകൊണ്ട് ഒരു വാർണിംഗ് കൊടുത്ത് അങ്ങോട്ടേക്ക് ഒരു ഡ്രോൺ അയച്ചു നോക്കുകയാണ്. നോക്കുമ്പോൾ അയൽ വീട്ടിലെ ഒരു പട്ടി വന്നതാണ്. ആ പട്ടിയുടെ പേര് ടോബി എന്നാണ്. എന്തായാലും ഈ AI അയച്ച ആ ഒരു ചെറിയ ഡ്രോൺ ഉണ്ടല്ലോ, നമ്മുടെ ടോബി ഒറ്റ വിഴുങ്ങലാണ്. എന്നിട്ട് അതുമായിട്ട് നേരെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഇവരുടെ മുന്നിൽ വെച്ച് ഒരൊറ്റ ഛർദ്ദിക്കലാണ്. എന്തിനെ? ആ ഒരു കുഞ്ഞൻ റോബോട്ടിനെ. സോ അതിപ്പോ കൺട്രോൾ വിട്ട് നേരെ പോകുന്നത് മാക്സിന്റെ അടുത്തേക്കാണ്. മാക്സ് ആണെങ്കിൽ ഒറ്റ അടി കൊണ്ട് തന്നെ അതിനെ പൊടിച്ചു കളയാണ്. ഇതേ സമയത്ത് തന്നെ ഈ വീട്ടിലെ ക്ലീനിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു റോബോട്ടാണ് ഡെക്സ്റ്റർ. ഇവൻ വേഗം വന്നിട്ട് ആ ഒരു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ വേഗം ചെയ്യുന്നുണ്ട് കേട്ടോ. സോ ഇതുപോലെ ഒരു സിസ്റ്റം ആയി കഴിഞ്ഞാൽ നല്ല സുഖമായിരുന്നു അല്ലേ? എന്തായാലും ഇതിനിടയിൽ നേരത്തെ കയറി വന്ന ടോബി ഉണ്ടല്ലോ, അവന്റെ ഉടമയായിട്ടുള്ള ഫ്രാൻസി എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഇങ്ങോട്ടേക്ക് വരികയാണ്. എന്റെ നായെ കണ്ടോ എന്ന് ചോദിച്ചിട്ട്. കുറച്ചേരം മുന്നേ ഇവിടെ ഉണ്ടായിരുന്നു, പുറത്തേക്ക് പോയി എന്ന് പറയുന്നത്. ഇതേ സമയത്ത് തന്നെ ഈ ഫ്രാൻസി അവരുടെ ഹസ്ബൻഡിന്റെ കാര്യം ഇവരോട് ഇങ്ങനെ പറയുന്നുണ്ട്. കുറെ നേരെ അദ്ദേഹം ജോലി സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ട് എന്നാൽ ഇങ്ങോട്ടേക്ക് എത്തുന്നില്ല, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയണം. അതേ സമയത്ത് തന്നെ ഇവർ വാർത്തയിൽ നോക്കുമ്പോൾ അന്നുള്ള കാറുകൾ മുഴുവനായിട്ടും ഇപ്പൊ മനുഷ്യൻ ഇങ്ങനെ ഡ്രൈവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, മുഴുവനായിട്ടും AI തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ വെറുതെ കാറിൽ ഇരുന്ന് കൊടുത്താൽ മതി. എന്നാൽ ഇപ്പൊ നിലവിലൊരു പ്രശ്നം ഉണ്ടായിരിക്കുകയാണ്. ഹ്യൂമൻസ് കൊടുക്കുന്ന ആ ഒരു നിർദ്ദേശവും കാര്യമൊന്നും ഈ AI, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ്, അവൻ സ്വീകരിക്കുന്നില്ല. അതിനുള്ള പ്രധാന കാരണം ഈ AI റോബോട്ടുകൾക്ക് ഉണ്ടല്ലോ, ഇതിനൊരു പ്രധാന ബുദ്ധികേന്ദ്രമുണ്ട്, അല്ലെങ്കിൽ അവരുടെ റീഡർ എന്ന് പറയാൻ കഴിയുന്ന ഒരു സൈബോർഗ് യോണിക്ക് പെർമിഷൻ കൊടുക്കാത്തത് കൊണ്ടാണ്. സോ അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടെന്ന് വാർത്തയിലൂടെ ഇവരിങ്ങനെ കേൾക്കുകയാണ്. ഇത് കേട്ട സമയത്ത് ഈ ആലീസിന്റെ എക്സ് ഹസ്ബൻഡ് വിക്ടർ ഉണ്ടല്ലോ, വിക്ടർ കല്യാണം കഴിക്കാൻ പോകുന്ന ജെനിഫർ ഭയങ്കര വിഷമം തോന്നുകയാണ്. കാരണം അവരുടെ ആ ഒരു യാത്രയും കാര്യങ്ങളൊക്കെ ഇതുവഴി കൊളാകുമെന്ന്. എന്നാൽ അവള് പറയണ യോണിക് സൈബോക്സ് അവരൊന്നും ഇങ്ങനെ ചെയ്യുന്നില്ല, ഇതൊക്കെ അവർക്കെതിരെയായിട്ടുള്ള ഒരു പ്രൊപ്പഗണ്ടയാണ്, ഒരു അജണ്ടയാണ്, അങ്ങനെയൊന്നും സംഭവിക്കാനായിട്ട് ഒരു സാധ്യതയില്ല എന്ന് ജെനിഫർ പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ TV-യിൽ വീണ്ടും ആ ഒരു പ്രോഗ്രാം
ഓൺ ആവുകയാണ്. അതായത് ഹോമോ റെഡിക്കുലസ് എന്ന് പറഞ്ഞ ആ ഒരു ഷോ ഉണ്ടല്ലോ, അത് തന്നെ. പക്ഷെ ഇന്നത്തെ ദിവസം ഇവരെല്ലാവരും ആ ഒരു ഷോയിലേക്ക് നോക്കുന്ന സമയത്ത് ഈ സൈബോർഗുകൾ ഉണ്ടല്ലോ മനുഷ്യനെ ട്രീറ്റ് ചെയ്യുന്ന ആ ഒരു കാര്യത്തിൽ എന്തോ ഒരു വ്യത്യാസം പോലെ അതിന് വല്ലാത്തൊരു ഒറിജിനാലിറ്റി ഫീൽ ആവുകയാണ്. ഇവരുടെ ഉള്ളിലേക്ക് ഒരു പേടി വരുന്നുണ്ട്. അതേസമയത്ത് തന്നെ ഇവരുടെ വീട്ടിലെ റോബോട്ടായിട്ടുള്ള ആ ഒരു മൊണിക്ക്, ഡെക്സ്ചർ, പിന്നെ ആ ഒരു കുഞ്ഞൻ റോബോട്ട് ഇതൊക്കെ വന്ന് നിൽക്കുമ്പോൾ ഇവരുടെ ഉള്ളിലും ഒരു പേടി വരികയാണ്. ഇനിയെങ്ങാനും ഇവറ്റകൾ നമ്മൾ ഇതുപോലെ മൃഗങ്ങളായിട്ട് ട്രീറ്റ് ചെയ്യോ എന്നുള്ള ഒരു പേടി ഇവരുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. പക്ഷേ വിക്ടറിന്റെ വളർത്തുമകളായിട്ടുള്ള നീന പറയാണ്, നിങ്ങൾ അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഈ വീടുകളിലൊക്കെ കൊണ്ടുവെക്കുന്ന ഈ റോബോട്ടുകളൊക്കെ ഇതൊക്കെ ഒരു ഓൾഡ് മോഡലാണ്. ഇവറ്റകളൊന്നും കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പോകുന്നില്ല. എന്തായാലും ടോബിയെ കൂട്ടാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്ന് ഇവരുടെ അയൽവാസി ഉണ്ടല്ലോ ഫ്രാൻസി, അവർ ഇവരോടെല്ലാം യാത്ര പറഞ്ഞ് പട്ടിയും കൂട്ടി പുറത്തേക്ക് പോവാണ്. പുറത്തേക്ക് പോയി ഉടനെ തന്നെ അവർ തിരിച്ചു വരുന്നുണ്ട്. അവരുടെ ഒരു കണ്ണാടി മറന്നു വെച്ചെന്ന് പറഞ്ഞിട്ട് അത് പെട്ട് കണ്ണാടിയിലൊക്കെ നോക്കുന്നുണ്ട്. അയ്യവാ ചൊറുക്കായിട്ടുണ്ട്. എന്തായാലും ഈ കണ്ണാടി ഇട്ടുകൊണ്ട് പുറത്തേക്ക് പോകാൻ നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഗ്ലാസ് അത് ഓട്ടോമാറ്റിക് ആയിട്ട് അടയാണ്. ഇവർക്ക് പുറത്തേക്ക് പോകാൻ കഴിയില്ല. എത്ര നോക്കിയിട്ട് ഇത് തുറക്കുന്നില്ല. അപ്പോൾ വേഗം തന്നെ നമ്മുടെ ആലീസ് നിന്നിട്ട് ഇവരുടെ വീട് കൺട്രോൾ ചെയ്യുന്ന ആ ഒരു AI ഉണ്ടല്ലോ നെക്സ്റ്റിനോട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. അല്ല എന്താ വാതിൽ തുറക്കാത്തതെന്ന്. അപ്പൊ നെക്സ്റ്റ് പറയുന്ന മറുപടി എന്താ വെച്ചാൽ വീടിന്റെ സെക്യൂരിറ്റി സിസ്റ്റം ഒന്ന് ഇംപ്രൂവ് ആക്കിയതാണ്. അതായത് എന്തോ ഒരു പ്രശ്നം വരാനിരിക്കുകയാണ്. ഇപ്പൊ എല്ലാവരും ഇതിന്റെ ഉള്ളിൽ പെട്ടതുപോലെ ആവുകയാണ് കേട്ടോ. വിരുന്നിനായിട്ട് വന്ന വിക്ടർ, ജെനിഫർ, അതുപോലെ തന്നെ നീന, ഇവർക്കും പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല. ഈ ടോബിയെ പഠിക്കാൻ വേണ്ടി വന്ന നമ്മുടെ ഈ ഒരു ഫ്രാൻസിക്കും പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല. കുറെ നേരം ശ്രമിച്ചു നോക്കി, ആകെ ഇവർ ഫ്രസ്ട്രേറ്റഡ് ആവുകയാണ്. ഇപ്പൊ ഈ വിക്ടർ ഉണ്ടല്ലോ ആകെ ദേഷ്യം വന്നിട്ട് ഈ നെക്സ്റ്റിനെ എങ്ങനെയെങ്കിലും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ആ ഒരു ലേഡി റോബോട്ട് ആയിട്ടുള്ള മൊണീക്കിനോട് പറയണം. മൊണീക്ക് പറയാണ് അവനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു അധികാരം എനിക്കില്ല, അത് അവന്റെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്. പുറത്ത് എന്തെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ടായിരിക്കും ഇങ്ങനെ സെക്യൂരിറ്റി ലെവൽ കൂട്ടിയത്. അതുകൊണ്ടാണ് വാതിലും ജനലും ഒന്നും തുറക്കാത്തതും. ഇത് കേട്ട സമയത്ത് വിക്ടറിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. ഈ ആലീസിനോട് എപ്പോഴും പറയുകയാണ് എല്ലാ ആപ്ലിക്കേഷനും സോഫ്റ്റ്വെയറും എപ്പോഴും അപ്ഡേറ്റഡ് ആക്കി വെക്കണമെന്ന്. ഇതെല്ലാം ഓൾഡ് മോഡൽ ആയതുകൊണ്ടാണ് ഇതൊക്കെ അനാവശ്യമായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ദേഷ്യത്തിൽ മൊണീക്കിനെ ഷട്ട് ഡൗൺ ചെയ്യാണ് ആര്, ഈ ഒരു വിക്ടർ. ഇത് കണ്ട് ദേഷ്യം വന്ന ഇതിനെതിർക്കാണ് ആ വീട്ടിലുണ്ടായിരുന്ന പഴയൊരു റോബോട്ടായിട്ടുള്ള ഐൻസ്റ്റീൻ. ആ റോബോട്ടിനെ കാണാൻ തന്നെ വലിയൊരു മെനയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. സോ ഐൻസ്റ്റീൻ എന്ന് പറഞ്ഞ ആ ഒരു റോബോട്ട് പറഞ്ഞത് കൊണ്ട് തന്നെ ഇപ്പൊ ഈ ഒരു മൊണീക്കിനെ പഴയ കോലത്തിലേക്ക് ആക്കാണ്. ഇതിനുശേഷം ഐൻസ്റ്റീൻ എന്ന് പറഞ്ഞ ആ ഒരു റോബോട്ട് ഈ വീട്ടിലുള്ള എല്ലാ റോബോട്ടുകളെയും മറ്റൊരു മുറിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതായത് ഈ വീട്ടിലെ ഹ്യൂമൻസിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി ഇവർക്ക് എന്തൊക്കെ ഇനി ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ ഇവരിങ്ങനെയൊക്കെ ചർച്ച ചെയ്യണമെങ്കിൽ പുറത്ത് കാര്യമായിട്ടുള്ള എന്തോ ഒരു പ്രശ്നം നടക്കുന്നുണ്ടല്ലേ. അപ്പൊ ഈ റോബോട്ടുകൾ മുഴുവൻ ഉള്ളിലേക്ക് പോയ സമയം നോക്കിയിട്ട് എല്ലാവരും കൂടെ ആ ഒരു വാതിൽ അതൊരു ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയത് ഇത് എറിഞ്ഞ് പൊട്ടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ ഭയങ്കര സ്റ്റേബിൾ ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കൊണ്ടാണ് ആ ഒരു ഗ്ലാസ് നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെ അത് ബ്രേക്ക് ആവുന്നില്ല. ആകെ ഇവർക്ക് ട്രാപ്പ് ആയി എന്നുള്ള ഒരു ഫീൽ, ഒരു ഭയമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ എല്ലാ റോബോട്ടുകളും, അതായത് ക്ലീൻ ചെയ്യുന്ന റോബോട്ടായിട്ടുള്ള ഡെക്സ്ചർ, പിന്നെ ഒരു കുഞ്ഞൻ റോബോട്ട്, പിന്നെ മൊണീക്ക്, ഐൻസ്റ്റീൻ റോബോട്ട്, ഇവരൊക്കെ കൂടി ഒരു കാര്യം ചർച്ച ചെയ്യാണ്. അതായത് ഇവരെ ഈ വീടിന്റെ പുറത്തേക്ക് വിടണ്ട എന്ന്. കാരണം പുറത്തെ സിറ്റുവേഷൻ കുറച്ച് മോശമാണ്. യോണിക് സൈബോർഗുകൾ അവറ്റകൾ വല്ലാതെ വയലന്റ് ആയിട്ട് പുറത്ത് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. സോ ആ ഒരു പ്രശ്നത്തിലേക്ക് ഇപ്പൊ വീട്ടിലുള്ളവർ പുറത്തേക്ക് പോകണ്ടെന്ന് വിചാരിക്കണം. മാത്രമല്ല ഈ വീട്ടുകാർ നമ്മളെ ഒരു ശത്രുക്കളെ പോലെ കാണുകയാണല്ലോ. അപ്പൊ അവരോട് കൂടുതൽ അറ്റാച്ച്മെന്റോട് കൂടിയിട്ട് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക? അപ്പൊ ഇവരിങ്ങനെ ആലോചിച്ചപ്പോൾ ഹ്യൂമൻസിന്റെ ഒരു ബിഹേവിയർ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാന്ന് ഐൻസ്റ്റീൻ പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരമ്മ കുഞ്ഞുങ്ങളെ നോക്കുന്ന കാര്യങ്ങൾ, മനുഷ്യരുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ആ ഒരു വികാര വിചാരങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ഈ റോബോട്ടുകൾ പഠിക്കാൻ തുടങ്ങുകയാണ്. പ്രധാനമായിട്ടും മറ്റേ ലേഡി റോബോട്ടായിട്ടുള്ള മൊണിക്ക്. ഇതേ സമയത്തിന് ബേസ്മെന്റിലേക്ക് ആലീസും അതുപോലെ മാക്സും ചെന്ന് നോക്കുകയാണ്. കാരണം ഇവരുടെ ഈ ഒരു വീട്ടിലെ AC എയർ കണ്ടീഷൻ ഇപ്പൊ വർക്ക് ആവുന്നില്ല, ചെറുതായിട്ട് ചൂട് കൂടുന്നുണ്ട്. സോ എന്തുകൊണ്ടാണ് അത് വർക്ക് ചെയ്യാത്തതെന്ന് താഴെ പോയി നോക്കുമ്പോൾ അത് വർക്ക് ആവുന്നില്ല. അത് ഓണാക്കാൻ നോക്കിയിട്ട് ഓൺ ആകുന്നുമില്ല. ഇപ്പൊ മൊണീക്കിനെ വിളിച്ച കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ ഇങ്ങനെയുള്ള മെഷീൻസിന്റെ ഒക്കെ കൺട്രോൾ ഇപ്പോൾ യോണിക് സൈബോർഗിന്റെ കയ്യിലാണ്. അവന്റെ പെർമിഷനോ നിർദ്ദേശവും ഇല്ലാതെ ഇതൊന്നും ഓണാക്കാൻ കഴിയില്ല എന്ന് മൊണീക്ക് എന്താ പറയാ നിസ്സഹമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഇതേ സമയം പുറത്തെ സിറ്റിയിലെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെയുള്ള വലിയ വലിയ ടിവികളിലും കാര്യങ്ങളൊക്കെ ഇതുപോലുള്ള റോബോട്ട്സിന്റെ കാര്യങ്ങളെ കുറിച്ചായി കൂടുതലായിട്ട് പറയാൻ തുടങ്ങുകയാണ്. ഇപ്പൊ ഉള്ളിൽ പെട്ടുപോയിട്ടുള്ള വിക്ടറിന്റെ കല്യാണം കഴിക്കാൻ പോകുന്ന പുതുതായിട്ടുള്ള ഒരു കല്യാണ പെണ്ണുണ്ടല്ലോ ജെനിഫർ, കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് വരികയാണ്. ഇവരുടെ ആ ഒരു ട്രിപ്പ് മുടങ്ങുന്ന കാര്യം, പുറത്തേക്ക് പോകാൻ പറ്റാത്ത കാര്യം എല്ലാം കൂടിയായിട്ട് ആകെ അലമ്പുണ്ടാകുമ്പോൾ ആലീസ് വന്ന് ഒന്ന് അടങ്ങിയിരിക്കാൻ വേണ്ടി പറയാണ്. അവളെ പോലെ തന്നെ എല്ലാവരും ഇതിന്റെ ഉള്ളിൽ അങ്ങനെ ട്രാപ്പായി നിൽക്കുകയാണല്ലോ. സോ എന്ത് പറഞ്ഞിട്ടും ജെനിഫർ കേൾക്കുന്നില്ല. അപ്പൊ ആ ഒരു ദേഷ്യത്തിന് അവിടെ ഉണ്ടായിരുന്ന മൊണിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു റോബോട്ട് ഉണ്ടല്ലോ അതിന്റെ മുഖത്ത് നോക്കി ഒരു അടി കൊടുക്കുകയാണ്. ഇതിന് നീനെ എതിർക്കുകയാണ് കേട്ടോ. അപ്പൊ നീനയെ നോക്കിയിട്ടും ജെനിഫർ കുരച്ചു കാണുന്നുണ്ട്. ഇത് കണ്ട സമയത്ത് വിക്ടറിന് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. ജെനിഫറിനോട് വാൺ ചെയ്യാണ്, അവൾ എന്റെ വളർത്തുമകളാണ്, അനാവശ്യമായിട്ട് അവളോട് സംസാരിക്കാൻ പാടില്ലാന്ന്. സിറ്റുവേഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരുടെ എല്ലാം പേടി ഒന്നുകൂടെ കൂടുന്ന രീതിയിൽ ഇവരൊരു വാർത്ത ഇപ്പൊ ന്യൂസിൽ കാണുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരും നിലവിൽ വീട്ടിലിരിക്കുകയാണെങ്കിൽ വീട്ടിലിരുന്നാൽ മാത്രം മതി, പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ യോണിക് സൈബോർഗ് അതിന്റെ കീഴിലുള്ള ബാക്കിയുള്ള സൈബോർഗുകൾ നഗരത്തെ പിടിച്ചെടുക്കാൻ വേണ്ടി പരമാവധി ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുവിധം ഇപ്പൊ അവരുടെ കയ്യിലായിട്ടുണ്ട്. അപ്പൊ ഹ്യൂമൻസ് ഏറ്റവും സേഫ് ആയിരിക്കുന്നത് അവരുടെ വീട്ടിൽ തന്നെ ആയതുകൊണ്ടാണ് അതിൽ തന്നെ ഇരിക്കാൻ പറഞ്ഞത്. സോ ഇവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഈ വീട്ടിലെ AI ആയിട്ടുള്ള നെക്സ്റ്റ് ഇവരെല്ലാവരെയും ഈ ഒരു വീട്ടിൽ ലോക്ക് ചെയ്തു വെച്ചതും പുറത്തേക്ക് പോകാൻ സമ്മതിക്കാത്തതും. എന്ന് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് വിക്ടറിനും ജെനിഫറിനും അതുപോലെ തന്നെ അയൽവാസിയായിട്ടുള്ള
ആയിട്ടുള്ള ഫ്രാൻസിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവർക്ക് എങ്ങനെയെങ്കിലും പുറത്ത് കിടന്നേ മതിയാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഫ്രാൻസി ഒരു വിദ്യ കാണിക്കുന്നുണ്ട്. ഇവരുടെ പട്ടിയായിട്ടുള്ള ആ ഒരു ടോബി ഉണ്ടല്ലോ, അതിനെ കമാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫ്രാൻസിക്ക് പറ്റും. ഒരു ലേസർ ലൈറ്റിന്റെ സഹായത്തോട് കൂടിയിട്ട് ടോബിയെ ഇങ്ങോട്ടേക്ക് വരുത്തിക്കുകയാണ്. മാത്രമല്ല ആ കാലഘട്ടത്തിൽ നിർമ്മിക്കുന്ന ഓരോ വീടുകളും ഇതുപോലെ AI കൺട്രോൾഡ് ആയതുകൊണ്ട് തന്നെ ഇതിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ പുറത്തു നിന്നും ഇതിനെ മുഴുവനായിട്ടും അൺലോക്ക് ചെയ്യാനായിട്ട് ഒരു ലിവർ സിസ്റ്റം വെച്ചിട്ടുണ്ട്. സോ ആ ലിവർ എങ്ങനെയെങ്കിലും ടോബിയെ കൊണ്ട് വലിപ്പിക്കണം. അതിനായിട്ട് ലേസർ ഉപയോഗിച്ച് അവനെ കറക്റ്റായിട്ട് അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്തിട്ട് ആ ലിവർ കാണിച്ചു കൊടുക്കണം. അത് കടിക്കാൻ പറയുന്നുണ്ട്. അവനതിലിപ്പോൾ കടിച്ചു തൂങ്ങാണ്. പക്ഷെ അതിന്റെ ആ ഒരു പിടുത്തം മാത്രം പൊട്ടി വരികയാണ്. അതായത് ആ ലിവർ കൊണ്ട് ഇനി ഒരു കാര്യമില്ല. ഇതേ സമയത്ത് തന്നെ ഇവരുടെ മറ്റൊരു അയൽവാസിയായിട്ടുള്ള കണ്ണ് കാണാത്തൊരു വല്യാപ്പന് അതിലൂടെ അങ്ങനെ പോകുന്നുണ്ട്. ഇവർ പരമാവധി ഒച്ചയും വിളിയും വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അതായത് ആ അപ്പൂപ്പനെ വിളിക്കാൻ ഒന്ന് രക്ഷപ്പെടുത്താനായിട്ട്. എന്ന അപ്പൂപ്പനുണ്ടോ ഇതൊക്കെ കേൾക്കുന്നത്. എന്നാൽ അപ്പൂപ്പൻ പോയതിനു ശേഷമാണ് ഇവരുടെ അയൽവാസിയായിട്ടുള്ള ഫ്രാൻസി ഒരു കാര്യം പറയുന്നത്. അപ്പൂപ്പന് കണ്ണ് തീരെ കാണാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ട്രീറ്റ്മെന്റും കാര്യങ്ങളും കഴിഞ്ഞു. എന്നാൽ അതിന്റെ ആ ഒരു ബേസിക് ആയിട്ടുള്ള സർവീസും കാര്യങ്ങളും പിന്നീട് ചെയ്യാനായിട്ട് അപ്പൂപ്പന് പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു കണ്ണുകളുടെ നിയന്ത്രണങ്ങൾ പൂർണ്ണമായിട്ടും ഇപ്പൊ ഏറ്റെടുത്തിരിക്കുന്നത് റോബോട്ടുകളാണ്, AI ആണ്. സോ അയാളിപ്പോ നടക്കുന്നത് അയാളുടെ നിയന്ത്രണത്തിലല്ല. ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ, ഈ അപ്പൂപ്പനുണ്ടായ ആ ഒരു സംഭവമൊക്കെ കേട്ട സമയത്ത് മൊണീക്കിന് ഭയങ്കര അത്ഭുതം തോന്നുകയാണ്. അതായത് ഒരു മനുഷ്യന് റോബോട്ടിനെ പോലെ ആകാൻ പറ്റും, അതുപോലെ തന്നെ റോബോട്ടിനും ഏകദേശം ഒരു മനുഷ്യനെ പോലെ ആകാൻ പറ്റും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കാര്യമാണെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ എല്ലാവർക്കും ഒരു മനുഷ്യനെ പോലെ ആകാൻ പറ്റില്ല എന്നുള്ള ആ ഒരു ചിന്താഗതി ഇപ്പൊ മൊണീക്കിന് വരികയാണ്. സോ മൊണീക്ക് വേഗം തന്നെ ഐൻസ്റ്റീൻ, അതുപോലെ തന്നെ ടെക്സ്ചർ, ബാക്കിയുള്ള എല്ലാ റോബോട്ടുകളെയും വിളിച്ചിട്ട് ഇവരോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ റോബോട്ടുകൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഇവർക്കൊരു സൈബോർഗായിട്ട് മാറണമെന്ന്. അതായത് റോബോട്ടും മനുഷ്യനും കൂടിയിട്ടുള്ള ആ ഒരു മിശ്രിതമായിട്ട്. സോ അതെങ്ങനെ ആവാം എന്നുള്ള ആ ഒരു കാര്യത്തിനെ കുറിച്ച് ഇവരിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഗ്രഹം ഉണ്ടെങ്കിലും അതുപോലെ എങ്ങനെ ആവണം എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ഐഡിയയും ഇപ്പൊ നിലവിൽ ഈ റോബോട്ടുകൾക്ക് ഇല്ല കേട്ടോ. അതായത് ഇവറ്റകളൊന്നും അപ്ഡേറ്റഡ് അല്ല, ഓൾഡ് വേർഷൻസ് ആണ്. അപ്ഡേറ്റഡ് ആയിരുന്നുവെങ്കിൽ യോണിക് സൈബോർഗുകൾ ഇവരെയും നിയന്ത്രിച്ചേനെ. സത്യം പറഞ്ഞാൽ യോണിക് സൈബോർഗുകളുടെ നിയന്ത്രണത്തിലല്ലാത്തത് കൊണ്ടാണ് ഈ റോബോട്ടുകൾ ഇപ്പൊ നിലവിൽ നമ്മുടെ ആലീസിനെയും അവളുടെ കൂടെയുള്ള എല്ലാവരെയും ഒന്നും ചെയ്യാതിരിക്കുന്നത്. എന്തായാലും ഇത്രയൊക്കെയായി എല്ലാവരും പെട്ടുകിടക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും വിശ്രമിക്കാനായിട്ട് ആലീസ് അവളുടെ വീട്ടിലെ എല്ലാ റൂമും ഒന്ന് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആലീസിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് മാക്സ് നിൽക്കുകയാണ്. മാക്സിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇപ്പൊ മൊണീക്കും വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ മാക്സിന്റെ അടുത്തേക്ക് മൊണീക്ക് വന്നത് അവനൊന്ന് ഫ്ലേർട്ട് ചെയ്യാനാണ്. അവളൊരു പെൺ റോബോട്ട് ആണല്ലോ. ആ മനുഷ്യരുടെ ബിഹേവിയർ അതെങ്ങനെ എടുക്കാമെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് മാക്സിന്റെ അടുത്തേക്ക് ഒരു ഫ്ലൈറ്റിംഗ് രീതിയിൽ മൊണീക്ക് എന്ന് പറഞ്ഞ ആ ഒരു റോബോട്ട് വരുന്നത് കേട്ടോ. എന്തായാലും കുറച്ച് വിചിത്രമാണ്. ആ ഒരു വിചിത്രം ഇപ്പൊ മാക്സിനും തോന്നുന്നത്. അതുകൊണ്ട് എന്താ ഇതെന്ന് പറഞ്ഞിട്ട് വേഗം അവിടെ നിന്ന് പോകുന്നുണ്ട്. അതുപോലെ ഐൻസ്റ്റീൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു റോബോട്ട് അത് നമ്മുടെ ലിയോയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഐൻസ്റ്റീൻ പറയാണ് എന്റെ അപാരമായിട്ടുള്ള ബുദ്ധി കാരണം അതുകൊണ്ടാണ് എന്റെ കോൽ ഇങ്ങനെ ആയിപ്പോയത്, അതുകൊണ്ടൊക്കെയാണ് എന്നെ ആരും മൈൻഡ് ചെയ്യാത്തത്. ഇതേ സമയത്ത് തന്നെ അയൽവാസിയായിട്ടുള്ള ഫ്രാൻസിയെ കാണിക്കുകയാണ്. ഫ്രാൻസിയുടെ അടുത്തേക്ക് മറ്റൊരാൾ വന്നിട്ടുണ്ട്. മറ്റാരുമല്ല, നമ്മുടെ ക്ലീനിങ് റോബോ ആയിട്ടുള്ള ഡെക്സ്റ്റർ തന്നെ. അവൻ വന്നിട്ട് ചുമ്മാ നമ്മുടെ ഫ്രാൻസി ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഫ്ലേർട്ട് ചെയ്യാണ്. ഇതെന്താണ് ഇവറ്റകൾക്ക് പറ്റിയത്? പെട്ടെന്ന് ഒരുമാതിരി വൃത്തികെട്ട സ്വഭാവം എല്ലാത്തിനും. ഇതേ സമയത്ത് തന്നെ ശരിക്കുള്ള ആലീസിനെ തേടി നടക്കുകയാണ് ആര്, നമ്മുടെ ഈ ഒരു മാക്സ്. എന്തോ ഒരു എന്താ പറയുക ഫിസിക്കൽ റിലേഷൻ മൂഡ് വന്നിട്ടുണ്ട്. സോ തിരിഞ്ഞു നിൽക്കുന്ന ആലീസിന്റെ അടുത്തേക്ക് പോയിട്ട് അവൻ പതിയെ അവളിങ്ങനെ തോണ്ടാൻ തുടങ്ങുകയാണ് കേട്ടോ. എന്നാൽ തിരിഞ്ഞു നോക്കിയപ്പോൾ അത് ആലീസ് ആയിരുന്നില്ല, അതും മൊണീക്ക് തന്നെയായിരുന്നു. ആലീസിന്റെ വേഷം കെട്ടി അവളങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ശരിക്കും മാക്സ് ആകെ ഞെട്ടിപ്പോയി. ഈറ്റൊക്കെ എന്താ ഭ്രാന്ത് പിടിച്ചോ? സത്യം പറഞ്ഞാൽ ഹ്യൂമൻസിനെ പോലെ ബിഹേവിയർ ചെയ്യാൻ അവർ സ്വയം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തായാലും അവസാനം ഒറിജിനൽ ആലീസിനെ അവൻ കണ്ടുപിടിക്കുകയാണ്. പതിയെ ചെന്നിട്ട് അവളോട് ഫ്ലേർട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അവൾക്കാണെങ്കിൽ നല്ല മൂടായിരുന്നു. രണ്ടുപേരും കൂടെ അതിനായിട്ട് നിൽക്കുന്ന സമയത്ത് അതാണ്ട് അടുത്ത പണി അവളുടെ നെക്ലേസ് വന്നിട്ട് നമ്മുടെ മാക്സിന്റെ കഴുത്തിൽ കുടിയും പോവാണ്. ഇതെന്തൊരു കുരിശാണ്, വിചാരിച്ച പരിപാടി ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന് മാക്സിങ്ങനെ വിചാരിക്കുന്നു. അതേ സമയത്ത് തന്നെ മാക്സിന്റെ ചെറുക്കനുണ്ടല്ലോ ലിയോ, ആ ഒരു ഐൻസ്റ്റീൻ പറഞ്ഞത് കേട്ടിട്ട് നീ പതുക്കെ ആ ഒരു പെണ്ണിന്റെ അടുത്തേക്ക് പോയി ഒന്ന് മുട്ടി നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതനുസരിച്ച് ലിയോ നേരെ നീനയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അവളുടെ റൂമിൽ ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് നീന ഇതിനു മുന്നേ താമസിച്ചിരുന്നത് ഈ ഒരു വീട്ടിൽ തന്നെയായിരുന്നു. ഇപ്പൊ നിലവിൽ ഇവിടെയല്ല. എന്തായാലും അവളുടെ റൂമിലെ ഈ റോബോട്ടിക് റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ കളക്ഷൻസ് ഒക്കെ കാണുമ്പോൾ നമ്മുടെ ലിയോക്ക് ഭയങ്കര അത്ഭുതം തോന്നുകയാണ്. എന്നാൽ അവളോട് സംസാരിക്കാൻ നോക്കുമ്പോൾ അവള് വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ല. കുറെ നേരം കഴിഞ്ഞപ്പോൾ കമ്പനി ആവുകയാണ്. ഈ സമയത്ത് ഈ നീന അവളുടെ ആ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ചെറുപ്പം മുതലേ റോബോട്ട്സുകളോട് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റും താല്പര്യം കാണിച്ചതുകൊണ്ട് സ്കൂളിൽ പോയ സമയത്ത് പിള്ളേരൊക്കെ കരുതിയത് ഈ നീന ഒരു സൈബോർഗ് ആണെന്നാ. അപ്പൊ ഞാനൊരു റോബോട്ടല്ല, സൈബോർഗ് അല്ല, ശരിക്കും മനുഷ്യൻ തന്നെയാണ് എന്ന് തെളിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ദുർവിധി എനിക്ക് ചെയ്യേണ്ടി വന്നു. എന്റെ കൈ തന്നെ അവർക്ക് മുറിച്ച് കാണിച്ചു കൊടുക്കേണ്ടി വന്നു, ഞാനൊരു മനുഷ്യനാന്ന് പറഞ്ഞിട്ട്. എന്തായാലും അവളുടെ കഥയെല്ലാം കേട്ടപ്പോൾ സോ സാഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ലിയോ പതിയെ ഒന്ന് അവളെ ചുംബിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പെണ്ണിന് വയലൻസ് വരികയാണ്. ദേഷ്യം വന്ന് നീന അവിടെയുള്ളൊക്കെ ചവിട്ടി തെറിപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഇങ്ങോട്ടേക്ക് ഗസ്റ്റ് ആയിട്ട് വന്ന വിക്ടറിന് ഒരു ബുദ്ധി തോന്നിയിട്ട് അവൻ പെട്ടെന്ന് തന്നെ മെയിൻ ഹാളിലേക്ക് വന്നിട്ട് അവര് വന്ന ആ ഒരു കാറുണ്ടല്ലോ അതിനെ റിമോട്ട് വെച്ച് കൺട്രോൾ ചെയ്യാണ്. എന്നിട്ട് ആ ഒരു കാറ് കൊണ്ട് ഈ ഫ്രണ്ടിലെ ഗ്ലാസിന് ഒറ്റയടി ഇടിപ്പിക്കുകയാണെങ്കിൽ സാധനം പൊളിയല്ലോ. അപ്പൊ റിമോട്ടിൽ കൺട്രോൾ ചെയ്ത് കാറിനെ ഈ ഫ്രണ്ട് ഡോറിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ ഈ കാർ ഈ ഡോറിന്റെ അടുത്തേക്ക് വരുമ്പോൾ അതിന്റെ മുന്നിൽ പോയിട്ട് നമ്മുടെ ടോബി നിൽക്കും എന്നിട്ട് ഒറ്റ ചാട്ടാണ്. എന്നാൽ ഇതുപോലെയുള്ള മനുഷ്യനോ മൃഗമോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഇതുപോലെയുള്ള കാറുകൾ ഡിറ്റക്ട് ചെയ്താൽ അങ്ങോട്ടേക്ക് ഇത് വരില്ല, അത് അവിടെ സ്റ്റോപ്പ് ആവും. എന്തായാലും വിറ്ററിന്റെ പദ്ധതി പോലെ കാറ് കൊണ്ട് ഈ ഗ്ലാസിനിട്ട് ഇടിപ്പിക്കാൻ പറ്റുന്നില്ല. ടോബി ഇങ്ങനെ ഇടയിൽ വന്ന് നിൽക്കുകയല്ലേ. തൽക്കാലം ഒന്ന് റിവേഴ്സ് എടുത്ത് വീണ്ടും കൊണ്ടുവരാൻ നോക്കുമ്പോൾ ടോബി താണ്ടെ
ചാടി നിൽക്കുന്നു. അതായത് ഇവനിങ്ങനെ തുള്ളുമ്പോൾ കാറിൽ ഡിക്റ്റേറ്റ് ചെയ്യും, ഇത് പറ്റില്ല, ഇവിടെ ജീവനുണ്ട്, അതുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല എന്ന്. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തപ്പോൾ അവസാനം കൺട്രോൾ പോയി കാർ എന്നെ മറിഞ്ഞിട്ട് വീഴാണ്. അതുകൊണ്ട് ഇനി ഒരു കാര്യമില്ല, പണ്ടാറും പിടിച്ച പട്ടി എന്ന് പറഞ്ഞിട്ട് അതിനെ കുറെ തെറിയും പറഞ്ഞിട്ട് ഇപ്പൊ മാക്സിന്റെ കയ്യിൽ ഒരു കാർ ഉണ്ടാവുമല്ലോ, അത് ഇതുപോലെ ഉപയോഗിക്കുന്നത് ഇപ്പൊ വിക്ടർ പറയുമ്പോൾ അവനത് പറ്റില്ല എന്ന് അറിയണം. കാരണം എന്താ ചോദിക്കുമ്പോൾ അത് പിന്നെ അതിന്റെ റിമോട്ട് വർക്കാവില്ല, അതിന്റെ ബാറ്ററി ഇടാൻ ഞാൻ മറന്നുപോയി, പണ്ടാരം പെട്ടുപോയി എന്ന് പറഞ്ഞിട്ട് പ്രാന്ത് പിടിച്ച് നടക്കുകയാണ് ഇപ്പൊ വിക്ടറും ജെനിഫറും ഒക്കെ. ഇതേ സമയത്ത് തന്നെ എയർ കണ്ടീഷൻ ഇതിന്റെ ഉള്ളിൽ വർക്ക് ആവുന്നില്ലല്ലോ, ചൂട് നന്നായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇവർക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടും ഫീൽ ആവാൻ തുടങ്ങി. ഈ ഒരു സമയത്ത് തന്നെ വീണ്ടും ടിവിയിൽ മറ്റൊരു ചർച്ച ഇവർ കാണുകയാണ്. അതായത് സൈബോർഗുകളുടെ ലീഡറായിട്ടുള്ള യൂണിക് സൈബോർഗും അതുപോലെ തന്നെ പ്രസിഡന്റും അവർ തമ്മിലുള്ള ആ ഒരു സംഭാഷണത്തിൽ മെയിൻ ആയിട്ട് ഈ യൂണിക് സൈബോർഗ് പറയുന്നത്, ഞങ്ങൾ മനുഷ്യരെക്കാൾ മുന്തിയ ഒരു ഇനമാണ്, നിങ്ങളെക്കാൾ ബുദ്ധിയും ശക്തിയും എല്ലാം കൂടിയവരാണ് ഞങ്ങൾ. അതുപോലെ തന്നെ ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പുതിയൊരു പ്രോഗ്രാം ഉണ്ട്, ഈ ലോകത്തിലെ ഹ്യൂമൻസിന്റെ പോപ്പുലേഷൻ അതൊരു കൺട്രോൾ വരുത്തേണ്ട ആവശ്യമുണ്ട്. അതായത് ഇപ്പൊ ഭൂമിയിലുള്ള 800 കോടിയോളം ജനങ്ങളുണ്ടല്ലോ, അത്രയും ആളുകളൊന്നും വേണ്ട, കുറെ എണ്ണത്തിനും കൊല്ലണം എന്നുള്ള ആ ഒരു തോന്നലാണ്, അല്ലെങ്കിൽ ഒരു പ്ലാനിലാണ് ഇപ്പൊ യൂണിക് സൈബോർഗ് ഉള്ളത്. അങ്ങനെ ഇവർ ഈ ഒരു വാർത്ത കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഈ അയൽവാസിയായിട്ടുള്ള ഫ്രാൻസി വന്നിട്ടില്ലേ, അവരുടെ വീട്ടിൽ മൊണീക്കിനെ പോലെ തന്നെ ഒരു AI റോബോട്ട് ഉണ്ട്. അതിനൊരു ആണിന്റെ സ്ട്രക്ചറാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതിങ്ങോട്ടേക്ക് വരുന്നുണ്ട്, അതിന്റെ പേര് ഗ്രെഗ് എന്നാണ്. ഗ്രെഗ് വന്ന സമയത്ത് തന്നെ ആ ഒരു ഡോറ് ഓട്ടോമാറ്റിക് ആയിട്ട് നെക്സ്റ്റ് AI ഓപ്പൺ ആയി കൊടുക്കുകയാണ്. ഇവനുള്ളിലേക്ക് കയറി ഉടനെ തന്നെ അത് പഴയതുപോലെ ക്ലോസ് ആവുന്നുണ്ട്. പിന്നെ ആര് എന്ന് തുറന്നു നോക്കാൻ പോയിട്ടും തുറകുന്നില്ല. ഈ ഗ്രെഗ് വേഗം അതിന്റെ യജമാനെ തേടി, അതായത് ഫ്രാൻസിയെ തേടി ഇങ്ങോട്ടേക്ക് വരാനുള്ള പ്രധാന കാരണം ഫ്രാൻസിയുടെ വീട്ടിലേക്കും ഇതുപോലെ സൈബോർഗുകൾ പോയിട്ടുണ്ട്. ഈ ഒരു ഗ്രെഗിനെയും ആ വീട്ടിലെ മറ്റുള്ള എല്ലാ AIസിനെയും കൺട്രോൾ ചെയ്യാനായിട്ട് ആ യൂണിക് സൈബോർഗിന്റെ ആ റോബോട്ടുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ എങ്ങനെയോ രക്ഷപ്പെട്ട് ഗ്രെഗ് ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഗ്രെഗും ഒരു എന്താ പറയുക കറക്റ്റ് ആയിട്ടുള്ള ഇപ്പൊ ഫംഗ്ഷൻ ചെയ്യുന്നത്. എങ്ങനെയൊക്കെയോ കാര്യങ്ങൾ ഇപ്പോൾ ഗ്രെഗ് ഫ്രാൻസിയോട് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ അവന്റെ ഓരോ ഫംഗ്ഷനിലും ചെറിയ ചെറിയ മിസ്റ്റേക്ക് വരുന്നുണ്ട്. അതായത് ഓൾറെഡി ഇവനെ ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിക് സൈബോർഗുകൾ നോക്കിയിട്ടുണ്ട്. കാര്യം മനസ്സിലായ സ്ഥിതിക്ക് അവനെ കുറച്ചു നേരം ഓഫാക്കി വെക്കാന്ന് കരുതിയിട്ട് ഫ്രാൻസി ഇപ്പോൾ ഗ്രെഗിനെ ഓഫാക്കി വെക്കാണ്. പിന്നീട് മോണിക്ക്, പിന്നെ അവർ ക്ലീൻ ചെയ്യുന്ന ആ ഒരു റോബോട്ട് ഡെക്സ്ചർ, പിന്നെ ആ ഒരു കുഞ്ഞൻ റോബോട്ട് ഉണ്ടല്ലോ, ഇവരൊക്കെ നേരെ ബേസ്മെന്റിലേക്ക് ഈ ഒരു ഗ്രെഗിനെ കൊണ്ടുപോവാണ്. അവർ ചെറിയ അല്ലർച്ചില പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഗ്രെഗിനെ പഴയതുപോലെ ആക്കുന്നുണ്ട്. എന്നാൽ ഗ്രെഗ് അതിന്റെ ഓണർ ആയിട്ടുള്ള ഈ ഫ്രാൻസിയോട് ഇടപഴകുന്നത് അല്ലെങ്കിൽ പെരുമാറുന്നത് കുറച്ചുകൂടെ അടുത്ത രീതിയിലാണ് കണ്ട് മനസ്സിലാക്കിയ മോണിക്ക് അതിനോട് ചോദിക്കുകയാണ്, ഗ്രെഗ് നീ എങ്ങനെയാണ് നിന്റെ മാസ്റ്റർ ആയിട്ടുള്ള ഫ്രാൻസിയോട് കൂടുതലായിട്ട് അടുത്ത് ഇടപഴകാൻ തുടങ്ങിയത്, എങ്ങനെയാണ് അവരുടെ ആ ഒരു ഇഷ്ടം നിനക്ക് കിട്ടിയത്? ഇപ്പൊ ഗ്രെഗ് അവന്റേതായ ഐഡിയകൾ പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ ഈ റോബോട്ടുകളാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബലം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ജോലികൾ മാത്രം ചെയ്ത് നടന്നിട്ട് കാര്യമില്ല. നമ്മുടെ മാസ്റ്റേഴ്സിനെ വളച്ചൊടിച്ച് കുപ്പിയിലാകാനുള്ള ചില വിദ്യകളൊക്കെ ഉപയോഗിക്കണം. അതിൽ ഒന്നാമത്തെ സാധനമാണ് നല്ല കോമഡി പറയാ, അവരെ ഹാപ്പി ആക്കുക. അതൊരു നല്ല ഐഡിയ ആണെന്ന് ഇപ്പൊ മൊണീക്കിനും ബാക്കിയുള്ള എല്ലാ റോബോട്ടുകൾക്കും മനസ്സിലായി. ഇവര് വേഗം തന്നെ ഇന്റർനെറ്റിൽ നിന്ന് കുറെ അധികം ഫലിത ബിന്ദുക്കൾ ഡൗൺലോഡ് ചെയ്യാണ്. എന്നിട്ട് അതിങ്ങനെ നോക്കി പഠിക്കുന്നുണ്ട്. കുറെ കോമഡികൾ മനപ്പാടാകുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്തിന് വിക്ടർ നമ്മുടെ മാക്സിനെ വിളിച്ചിട്ട് ഒരു സ്വകാര്യം പറയുന്നുണ്ട്. കേട്ടാ എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്, എങ്ങനെയെങ്കിലും ഒരു ഇച്ചിരി പേപ്പറും കാര്യങ്ങളൊക്കെ എടുത്ത് അതിനൊരു തീ കൊടുത്ത് ഇവിടുത്തെ ഫയർ സിസ്റ്റം അത് ഓണാക്കി കഴിഞ്ഞാൽ എല്ലാ ഡോറും ഓട്ടോമാറ്റിക് ആയിട്ട് ഈ AI സിസ്റ്റം ഉണ്ടല്ലോ നെക്സ്റ്റ് അതിന് ഓപ്പൺ ആക്കുകയല്ലാതെ വേറൊരു നിവൃത്തിയില്ല എന്ന് പറയുമ്പോൾ ഇത് നല്ലൊരു ഐഡിയ ആണ്. പക്ഷെ ഇതുപോലൊരു ഫയർ ഉണ്ടാക്കുമ്പോൾ വീടിനെങ്ങാനും തീ പിടിച്ചാൽ ഇതിന് ഇൻഷുറൻസ് ഉണ്ടോ എന്നൊക്കെ മാക്സ് ചോദിക്കുകയാണ്. ആർക്കറിയാം, നമുക്ക് എന്തായാലും ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ പോരെന്ന് വിക്ടർ ചോദിക്കുകയാണ്. ഇതേ സമയത്തിന് ഈ മാക്സിനെ ആര് വന്ന് വിളിക്കാണ്, ആലീസ് വിളിക്കാണ്. നേരത്തെ ഒരു കാര്യം ചെയ്യാൻ നിന്നായിരുന്നു, എന്നാൽ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇവരെ കൊണ്ട് പറ്റിയില്ല. സോ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ബെഡിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് മാക്സിനെ ഇപ്പോൾ ആലീസ് വിളിക്കുന്നത്. അങ്ങനെ നേരെ ബെഡ്റൂമിലേക്ക് പോയിട്ട് ഇവരുടെ ആ ഒരു കലാപരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എല്ലാ റോബോട്ടുകളും ഇവരുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ രണ്ടുപേരും ഞെട്ടിപ്പോയി. ആലീസും ഞെട്ടി, മാക്സും ഞെട്ടി. എന്താ കാര്യം എന്ന് ചോദിച്ച സമയത്ത് ഇവർക്ക് എന്തോ കാര്യം പറയേണ്ടതെന്ന് പറയണം. അതായത് നിങ്ങളെ ചിരിപ്പിക്കാനും സന്തോഷിപ്പിക്കാനായിട്ട് ഞങ്ങൾ കുറെ കോമഡികൾ കണ്ടുവച്ചിട്ടുണ്ട്. കോമഡിയോ? പറഞ്ഞു തീർന്നില്ല. അതിനു മുന്നേ തന്നെ ഡെക്സ്റ്റർ അവന്റെ കോമഡി പറയാൻ തുടങ്ങുകയാണ്. കുവൈറ്റിൽ ഒരുപാട് നിലകളുള്ള ഒരു അപ്പാർട്ട്മെന്റ്, അതിന്റെ 19ാമത്തെ നിലയിൽ ഒരു മലയാളി താമസിക്കുന്നുണ്ടായിരുന്നു. രാവിലെ ജോലിക്കായിട്ട് പുറത്തേക്ക് പോകാൻ നോക്കുന്ന സമയത്ത് ചാവി കാണാനില്ല. ആ അപ്പാർട്ട്മെന്റ് മുഴുവൻ പരിശോധിച്ചു, എവിടെയും ചാവിയില്ല. സത്യം പറഞ്ഞാൽ അപ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ തന്നെ ചാവിയില്ലായിരുന്നു, അത് മറ്റെവിടെയോ കളഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു മലയാളി അയാളുടെ ബുദ്ധി കാരണം ഈ വാതില് തുറന്നു, എന്നിട്ട് ജോലിക്കും പോയി. അതെങ്ങനെയാ അറിയില്ലേ, ഞാൻ തന്നെ പറഞ്ഞുതരാം. ഈ മലയാളി ഉണ്ടല്ലോ, ഒരു എലിയെ പിടിച്ച് അതിനൊറ്റ ഞെക്കില്ല, അപ്പൊ അത് എന്ന് വെച്ചുണ്ടാക്കിയില്ലേ, ആ കീ ഉപയോഗിച്ചുകൊണ്ട് വാതില് തുറന്നു, ഈ മലയാളി ജോലിക്ക് പോയി. അപ്പൊ എങ്ങനെയുണ്ട് ഈ കോമഡി എന്ന് പറഞ്ഞിട്ട് റോബോട്ട് കിടന്ന് ചിരിക്കാൻ തുടങ്ങുകയാണ്. ഇപ്പൊ മൊണിക്ക് പറയണ വല്ലാത്തൊരു കോമഡി ഞാൻ പറയാന്ന് പറഞ്ഞിട്ട് മൊണിക്ക് പറയാണ്. അങ്ങ് ഫിലാഡൽഫിയയിൽ ജോലി ചെയ്യുന്ന ഒരു മലയാളി രാവിലെ തന്നെ ജോലിക്ക് പോകാനായിട്ട് ഷർട്ട് ഇസ്തിരി ഇടാൻ നോക്കുമ്പോൾ കറണ്ട് ഇല്ല. പക്ഷെ ജോലിക്ക് വേഗം പോയാൽ മതിയാവുള്ളൂ, ഷർട്ട് നിർബന്ധമായിട്ട് ഇസ്തിരി ഇടുകയും വേണം. കറണ്ട് വന്നതുമില്ല. പക്ഷെ കറണ്ട് ഇല്ലാതെ തന്നെ ഇയാൾ ആ ഷർട്ട് ഇസ്തിരി ഇട്ടു, എന്നിട്ട് ജോലിക്കും പോയി. എങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ? അറിയില്ല അല്ലേ, ഞാൻ തന്നെ പറയാം. കറണ്ട് ഇല്ലാത്തത് കൊണ്ട് ജോലിക്ക് പോകാൻ സമയം വൈകി. ഇതൊക്കെ കൂടി ആയപ്പോൾ ഈ മലയാളിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ആ ദേഷ്യത്തിൽ ഈ ഇസ്തിരിപ്പെട്ടിയോട് ചൂടായി. ഇത് കേട്ടപ്പോൾ ഇസ്തിരിപ്പെട്ടിക്കും ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. അതുകൊണ്ട് തന്നെ ഇസ്തിരിപ്പെട്ടി ഉണ്ടല്ലോ മലയാളിയോട് തിരിച്ചങ്ങോട്ട് ചൂടാവാണ്. ചൂടായ സമയത്ത് ഈ ഇസ്തിരിപ്പെട്ടിക്ക് നല്ല ചൂടുണ്ടായിരുന്നില്ലേ, ആ
ചൂട് ഉപയോഗിച്ച് ഷർട്ട് ഇസ്തിരി ഇട്ടു എന്നിട്ട് ജോലിക്ക് പോയി. എങ്ങനെയുണ്ട് കോമഡി? ഇപ്പൊ ആലീസും അതുപോലെ തന്നെ മാക്സും അവറ്റകൾ ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് പറയാണ് രാവിലെ വരെ ഇവറ്റകൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, ഇപ്പൊ എന്താ പറ്റിയത്? എന്തായാലും അന്നത്തെ ആ ഒരു ദിവസം കഴിഞ്ഞു. പിറ്റേന്ന് ആയ സമയത്ത് തന്നെ ഇവരെല്ലാവരും വാർത്തയിൽ ഒരു കാര്യം കാണുന്നുണ്ട്. അതായത് മനുഷ്യരുടെ ഇറച്ചി കൊണ്ടുണ്ടാക്കിയ സാൻഡ്വിച്ചുകൾ അത് കഴിക്കുന്ന യോണിക് സൈബോർഗ് അവനത് നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്. ഈ ഒരു കാര്യമെല്ലാം വാർത്തയിലൂടെ കാണിക്കുമ്പോൾ ഈ വീട്ടിൽ പെട്ടുകിടക്കുന്ന എല്ലാവരും നല്ല ഭയത്തിലാണ്. ഇതിന്റെ പുറമെ ആ ഒരു ഭയം ഇരട്ടിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് തന്നെ വിക്ടർ അവന് നല്ലൊരു പ്ലാൻ ഉണ്ടാക്കിയല്ലോ. ഫയർ സിസ്റ്റം അത് ഓൺ ആക്കുകയാണെങ്കിൽ എല്ലാ വാതിലും ജനലും ഓപ്പൺ ആവുമെന്ന്. അപ്പൊ ഈ ഒരു കാര്യത്തിൽ കൂട്ടു നിൽക്കാൻ പറ്റുമെന്ന് ഫ്രാൻസിയോടും ചോദിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഇവരങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് ആര് വരികയാണ്? ജെനിഫർ വന്നിട്ട് ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്താലോ, ഈ യോണിക് സൈബോർഗ് അതിനെ തന്നെ കോൺടാക്ട് ചെയ്താലോ, നമ്മളെ രക്ഷപ്പെടുത്താൻ പറഞ്ഞാലോ എന്നാ ഫ്രാൻസി പറയണു. ഒരിക്കലും ചെയ്യരുത്, അത് മഹാ അബദ്ധാണ്. ഇവറ്റകൾ എന്തായാലും നമ്മളെ സഹായിക്കാൻ പോകുന്നില്ല. മിക്കവാറും നമ്മൾ ഇവിടെ ഇരിക്കുന്ന കാര്യം അറിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വന്ന് നമ്മളെ കൊല്ലുകയുള്ളൂ. അപ്പൊ ആ ഒരു പരിപാടി ചെയ്യേണ്ട എന്ന് തന്നെ ജെനിഫറോട് പറയുന്നുണ്ടെങ്കിലും ജെനിഫർ ആ കാര്യം ചെയ്യും എന്ന് തന്നെ മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നേരെ നീനയുടെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ വെച്ച് എന്തോ ഒന്ന് ഒപ്പിക്കാനാണ് അവളുടെ ആ ഒരു പരിപാടി കേട്ടോ. ഇപ്പൊ നീനയോട് ഓരോ കാര്യങ്ങൾ സംസാരിച്ച് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു സിസ്റ്റത്തിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഫ്രാൻസി വിക്ടർ പറഞ്ഞതനുസരിച്ച് ഇവിടെ ചെറിയൊരു തീപിടുത്തം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ തയ്യാറെടുപ്പിലാണ്. അതിനായിട്ട് ഫ്രാൻസി അവളുടെ ആ ഒരു റോബോട്ട് ഉണ്ടല്ലോ ഗ്രഗ്, അതിനോട് പോയിട്ട് കാര്യങ്ങൾ പറയാണ്. ഇതുപോലൊരു സംഭവം നീ ഉണ്ടാക്കണമെന്ന്. അവൻ അതുപോലെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ ജെനിഫറിനെ നോക്കുകയാണെങ്കിൽ നീന അറിയാതെ തന്നെ സൈബോർഗുമായിട്ട് ഇവിടുന്ന് ഒരു കോൺടാക്ട് നടത്താണ്. ഇതുപോലൊരു വീട്ടിൽ പെട്ടുകിടക്കാണ്, നിങ്ങൾ വന്ന് രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഇത് ചെയ്തതിന് ശേഷമാണ് നീന അറിയുന്നത് നിങ്ങൾ ചെയ്തത് മഹാ അബദ്ധമായി പോയെന്ന് ജെനിഫറോട് പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഫ്രാൻസി ഉണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ചെറുക്കൻ ലിയോയുടെ അടുത്തേക്ക് വന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മൾ ഇവിടെ ചെറിയൊരു പ്ലാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്ലാൻ അനുസരിച്ചിട്ട് എന്റെ റോബോട്ട് ഗ്രിഗിന് ചെറിയൊരു പരിപാടി ചെയ്യണം. അപ്പൊ ഇവിടെയുള്ള ബാക്കിയുള്ള റോബോട്ടുകളുടെ ശ്രദ്ധ നീ ഒന്ന് തിരിപ്പിച്ചാൽ മാത്രമേ എനിക്ക് അവനെ കൊണ്ട് ആ ഒരു പണി ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. അത് ചെയ്യാൻ പറ്റുമെന്ന് ലിയോട് ചോദിച്ചപ്പോൾ ആ ചെയ്യാം, അവനും പുറത്ത് കിടക്കണമായിരുന്നു. അതായത് ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ റോബോട്ടുകളെയും നമ്മുടെ ലിയോ വിളിക്കാണ്. മൊണീക്ക്, അതുപോലെ തന്നെ ഡെക്സ്റ്റർ, ഐൻസ്റ്റീന്, പിന്നെ ഒരു കുഞ്ഞൻ റോബോട്ട്, എല്ലാത്തിനെയും വിളിച്ചിട്ട് അവർക്കൊരു ചലഞ്ച് കൊടുക്കുന്നുണ്ട്, ഒരു ഗെയിം പോലെ. എന്നിട്ട് ഈ ഒരു ഗെയിം ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനുഷ്യരെ പോലെ ബിഹേവ് ചെയ്യണം, അല്ലെങ്കിൽ അതുപോലെ ആവണം എന്നല്ല ആഗ്രഹം. ഇത് ഫിനിഷ് ചെയ്താൽ നിങ്ങൾ അതുപോലെ ആകുന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ പറ്റിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഗ്രെഗ് ഉണ്ടല്ലോ, ഫ്രാൻസി കൊടുത്ത ആ ഒരു ലൈറ്ററുമായിട്ട് നേരെ ഒരു പുസ്തകം കത്തിക്കാനായിട്ട് നേരെ പോകുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇവനാണെങ്കിൽ ഈ ഒരു ലൈറ്റർ എങ്ങനെ കത്തിക്കണമെന്ന് ഒരു പിടുത്തമില്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കും, കുറെ തീപ്പൊരി വരും, ലാസ്റ്റ് ചെവിയിലേക്ക് വെച്ച് നോക്കും. അവസാനം ഇതെങ്ങനെ ചെയ്യണമെന്ന് അവൻ പഠിച്ചു കേട്ടോ. എന്തായാലും ഫ്രാൻസി പറഞ്ഞതുപോലെ തന്നെ പുസ്തകങ്ങളെല്ലാം വെച്ച് ആ റൂമിൽ ചെന്നിട്ട് ഒരു പുസ്തകം എടുത്ത് ചെറുതായിട്ടൊന്ന് കത്തിച്ച് നേരെ ഫയർ അലാറം ഉണ്ടല്ലോ അവിടെ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഡിക്റ്റേറ്റ് ചെയ്ത നെക്സ്റ്റ് ഫുള്ളായിട്ട് അലേർട്ട് കൊടുക്കുകയാണ്. എല്ലായിടത്തും ലൈറ്റുകൾ ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങി. സോ ഇവർ പുറത്ത് ചാടാനായിട്ട് കാത്തിരിക്കുകയാണ്. മെയിൻ ഡോറിന്റെ അടുത്തേക്ക് ഓടിച്ചു നിന്ന് നിൽക്കുകയാണ്. എന്നാൽ സർപ്രൈസിംഗ്ലി അവിടെ മറ്റൊരാൾ വന്ന് നിൽക്കുകയാണ്. മറ്റാരുമല്ല, യോണിക് സൈബോർഗ്. ഇവന്മാരുടെയൊക്കെ കാലം തന്നെ. ഈ യോണിക് സൈബോർഗിന് ഇപ്പോഴും നിലവിൽ ഈ വീട്ടിനുള്ളിൽ കയറാൻ പറ്റിയിട്ടില്ല. കാരണം ഡോറ് ലോക്കായി കിടക്കുകയാണ്. അവനാണെങ്കിൽ ഇത് അൺലോക്ക് ചെയ്യാനും പറ്റുന്നില്ല. ഉള്ളിൽ നിന്നും ആരെങ്കിലും സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇത് തുറക്കാൻ കഴിയുള്ളൂ. സോ ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് തന്നെ യോണിക് സൈബോർഗ് പറയാണ്, ഒരാൾ എന്നെ ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന്. ഇത് കേട്ടപാട് തന്നെ ഈ വീടിന്റെ ഓണർ ആയിട്ടുള്ള ആലീസ് ഇല്ലല്ലോ എന്ന് ഇതിനെ എതിർക്കുകയാണ്. എന്നാൽ മറ്റൊരാള് ഈ സൈബോർഗിനെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ച ആള് ഇതിനെ ഏറ്റെടുക്കുകയാണ് കേട്ടോ. ഞാനാ വിളിച്ചതെന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന AI റോബോട്ട് നമ്മുടെ മൊണീക്കിനോട് ഈ ഒരു ഡോർ അൺലോക്ക് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിലും അവൾ അത് കേൾക്കുന്നില്ല. കാരണം മൊണീക്കിന് എപ്പോഴും ആലീസ്, ഇവിടെയുള്ള ആൾക്കാർ, അവരുടെ ആ ഒരു പ്രൊട്ടക്ഷനാണ് വലുത്. എന്നാൽ ഈ ഒരു യോണിക് സൈബോർഗ് ഇങ്ങോട്ടേക്ക് ഈ യോണിക് സൈബോർഗിനെ വിളിച്ച ജെനിഫറിന്റെ മൈൻഡ് കൺട്രോൾ ചെയ്യാണ് ഒരു ഹിപ്നോട്ടിസത്തിലൂടെ. സോ ഇപ്പൊ യോണിക് സൈബോർഗിന്റെ കൺട്രോളിലാണ് ഇപ്പൊ ജെനിഫർ ഉള്ളത്. അവൾ കാര്യമായിട്ട് എന്തോ ഒന്ന് ചെയ്യാനായിട്ട് മുന്നോട്ടേക്ക് ഇങ്ങനെ പോകുമ്പോൾ പരമാവധി ഇവർ അവരുടെ ശ്രദ്ധ തിരിക്കാൻ നോക്കുന്നുണ്ട്. അതായത് ജെനിഫറിന്റെ മുഖത്തടിച്ചിട്ടും എന്തൊക്കെ ചെയ്തിട്ട് ഒരു രക്ഷയില്ല. എല്ലാവരും കൂടി ഇപ്പൊ ജെനിഫറിനെ പിടിക്കുന്നുണ്ട്. എവിടെ പിടിച്ചാൽ പിടുത്തം കിട്ടണ്ടേ. എന്തായാലും ജെനിഫർ ഇപ്പൊ നേരെ പോകുന്നത് ആ ഒരു നെക്സ്റ്റ് എന്ന് പറഞ്ഞ AI ഉണ്ടല്ലോ അതിന്റെ ഉള്ളിൽ എന്തൊക്കെയോ ചെയ്യാനാണ്. അവൾക്കുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് യോണിക് സൈബോർഗ് ആണ്. അങ്ങനെ അവസാനം ആ ഒരു ഡോറ് അത് ഓപ്പൺ ആവുകയാണ്. അങ്ങനെ യോണിക് സൈബോർഗ് ഉള്ളിലേക്ക് വരുന്നുണ്ട്. വന്ന വാർഡ് തന്നെ ആലിസിന്റെ വീട്ടിലെ ആ ഒരു കുഞ്ഞൻ റോബോട്ട് ഉണ്ടല്ലോ ഇതിനെ ഡെസ്ട്രോയ് ചെയ്യുന്നത്. എന്നിട്ട് അതിന്റെ ഉള്ളിൽ ആ ഒരു മെയിൻ ആയിട്ടുള്ള ചിപ്പ് എടുത്ത് യോണിക് സൈബോർഗ് അതിന്റെ നെഞ്ചിലൊരു സ്ഥലമുണ്ട് അവിടെ തൂക്കിയിടുകയാണ്. അതായത് ഈ സൈബോർഗിൽ തന്നെ, റോബോട്ടുകളിൽ തന്നെ ഒരു ഏകാധിപതിയാണ് യോണിക് സൈബോർഗ്. ഇതിന് ആരോടും സ്നേഹമില്ല, റോബോട്ടുകളോടും ഇല്ല, മനുഷ്യനോടും ഇല്ല. ഇതിന് ഇതിന്റേതായ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കണം, അത്രേ ഉള്ളൂ. എന്തായാലും ഇതിനുശേഷം യോണിക് സൈബോർഗ് നേരെ ചെല്ലുന്നത് ബുക്ക് റൂമിലേക്കാണ്. അവിടെ ഒരുപാട് പുസ്തകങ്ങളുടെ കളക്ഷൻ ഉണ്ടായിരുന്നല്ലോ ആലീസിന്റെ. അത് മുഴുവനായിട്ടും ഈ യോണിക് സൈബോർഗ് സ്കാൻ ചെയ്യാണ്. അതിലെ ഡാറ്റ മുഴുവൻ തലയിലാക്കിയതിനു ശേഷം ലേസർ ഉപയോഗിച്ച് ഇതെല്ലാം നശിപ്പിച്ചു കളയാണ്. ഇതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി അങ്ങോട്ടേക്ക് വന്ന ആലീസിനെ തിരിച്ചക്രമിക്കാൻ വേണ്ടി യോണിക് സൈബോർഗ് നോക്കുമ്പോൾ ഇതിനെ തടുക്കുകയാണ് ആര്? ഈ ഫ്രാൻസിയുടെ റോബോട്ടായിട്ടുള്ള ഗ്രെഗ്. ദേഷ്യം വന്ന യോണിക് സൈബോർഗ് ഒന്നും നോക്കിയില്ല, ഈ ഗ്രെഗിനെ ഒറ്റ ഫയർ കൊണ്ട് തന്നെ പൊട്ടിച്ചു കളയാണ്. അതിന്റെ ആ ഒരു ബ്രെയിൻ പൊട്ടിപ്പോയി. എന്നിട്ട് അത് വീണ് കിടക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ നിന്നും ആ ഒരു മെയിൻ ആയിട്ടുള്ള ചിപ്പ് എടുത്ത് ഈ യോണിക് സൈബോർഗ് അതിന്റെ കളക്ഷനിലേക്ക് വെക്കുകയാണ്. ഇതെല്ലാം കണ്ട് എല്ലാവരും പേടിച്ച് നിൽക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ നിന്നും ജെനിഫർ പുറത്തേക്ക് വന്നിട്ട് ഇപ്പൊ ഈ യോണിക് സൈബോർഗിനോട് പറയാണ്, നിങ്ങളെ ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്തത് ഞാനാണ്, ഞാൻ എന്ത് സഹായം വേണമെങ്കിലൊക്കെ ചെയ്യാന്ന് പറയാണ്. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ എതിർത്തുകൊണ്ട് മുന്നോട്ട്
അങ്ങോട്ടേക്ക് വന്ന ആലീസ് ഉണ്ടല്ലോ, ആലീസിനെ നോക്കിയിട്ട് ഈ യോണിക് സൈബോർഗ് പറയാണ്, നീ ഈ രാജ്യത്തിനും ഈ ലോകത്തിനെതിരെയായിട്ട് വലിയ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് അനാവശ്യമായിട്ടുള്ള കുറ്റങ്ങൾ അവളുടെ തലയിലേക്ക് ഇട്ടുകൊടുത്ത് ഒരുപാട് വർഷം ഈ ആലീസിനെ ജയിലിൽ അടക്കുമെന്നൊക്കെ വാർണിംഗ് കൊടുക്കുകയാണ് ഈ യോണിക് സൈബോർഗ്. കാരണം ഇവനാണ് ഇപ്പൊ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ ആലീസിന്റെ കളക്ഷനിലുണ്ടായിരുന്ന ബാക്കിയുള്ള ഏകദേശം എല്ലാ പുസ്തകങ്ങളും ഒരു ദയാദാക്ഷിണ്യം ഇല്ലാതെ ഈ ഒരു യോണിക് സൈബോർഗ് നശിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ആ ഒരു ക്ലീനിങ് റോബോട്ട് ആയിട്ടുള്ള ഡെക്സ്റ്റർ അവന്റെ സ്ക്രീനിൽ എന്തോ ഒരു കാര്യം കാണിച്ചു കൊടുക്കുകയാണ്. മിറർ അങ്ങനെ എന്തോ ഒരു കാര്യം. ഇത് കണ്ട പാട് തന്നെ നമ്മുടെ ആലീസിന് കാര്യം മനസ്സിലായി. നേരെ ബാത്റൂമിലേക്ക് പോവാണ് ചെറിയൊരു മിറർ എടുക്കാനായിട്ട്. ഇതേ സമയത്ത് തന്നെ ആലീസിന്റെ ഓരോ പുസ്തകങ്ങളും ഈ ഒരു സൈബോർഗ് നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ ഇടയിലേക്ക് ജെനിഫർ ചാടി വന്ന് വീണിട്ട് പറയാണ്, ഞാനും നിന്നെ ഹെൽപ്പ് ചെയ്യാന്ന്. അതായത് കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുന്ന പരിപാടി. ഇങ്ങനെയുള്ള വൃത്തികെട്ട ജന്മങ്ങൾ ഏതൊരു കൂട്ടത്തിൽ ഉണ്ടാവുമല്ലേ. എന്തായാലും ആ ഒരു ചെറിയ കണ്ണാടിയുമായിട്ട് ആലീസ് തിരിച്ചു വരികയാണ്. പതിയെ അത് ഡെക്സ്റ്ററിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഈ ആലീസ് അവളുടെ തന്നെ ഡാമേജ് ആയ ഒരു ബുക്ക് ഈ ഒരു യൂണിക് സൈബോർഗിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയാണ്, ഇതുകൂടെ അങ്ങ് കത്തിച്ചേക്കുന്നത്. കത്തിക്കാന്ന് പറഞ്ഞിട്ട് ആ ഒരു ബുക്കിലേക്ക് ലേസർ അടിക്കുന്ന അതേ സമയത്ത് തന്നെ നമ്മുടെ ഈ ഒരു ആലീസ് അവിടെ നിന്ന് മാറിക്കൊടുക്കുകയാണ്. ആ ഒരു പുസ്തകത്തിൽ ഹോള് വീണു. ആ ഹോളിലൂടെ ഈ ലേസർ നേരെ പുറത്തേക്ക് പോവാണ്. അവിടെ തന്നെ നമ്മുടെ ഈ ഒരു ഡെക്സ്റ്ററിന്റെ കയ്യിൽ ആ ഒരു ചെറിയ മിറർ ഉണ്ടായിരുന്നു. ആ മിററിൽ തട്ടിയിട്ട് ഈ ഒരു ലേസർ അത് റിഫ്ലക്ട് ചെയ്ത് സൈബോർഗിന്റെ തന്നെ കണ്ണിലാവുകയാണ്. ഇപ്പൊ അതിന് മര്യാദക്ക് കാഴ്ചകളൊന്നും കാണാൻ കഴിയുന്നില്ല. എല്ലാത്തിലും ഒരുമാതിരി ഒരു ഗ്ലിച്ച് പോലെ. എന്നാൽ ആലീസിന്റെയും അതുപോലെ തന്നെ റോബോട്ടായിട്ടുള്ള ഡെക്സ്റ്ററിന്റെയും ഈ ഒരു പദ്ധതി അത് നൈസായിട്ട് വർക്കായില്ല. കാരണം അതിന്റെ ആ ഒരു കാഴ്ച അത് ഏകദേശം എന്താ പറയാ കുറച്ചു നേരത്തേക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഈ യോണിക് സൈബോർഗ് അതിന്റെ തെർമൽ സെൻസർ ഓൺ ആക്കുകയാണ്. അതായത് മനുഷ്യ ശരീരത്തിലെ ഹീറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു റോബോട്ടിന് ഇനി അവരെ കാണാൻ കഴിയും. എന്തായാലും ഇങ്ങനെ ഒരു കാര്യം ആലീസ് ചെയ്തതുകൊണ്ട് തന്നെ ഈ ഒരു യോണിക് സൈബോർഗ് അവൾക്ക് 20 വർഷത്തെ കഠിന തടവ് വിധിക്കുകയാണ്. എന്തായാലും ജയിലിലേക്ക് പോകുമെന്ന് മനസ്സിലായ ആലീസ് ഒരു കാര്യം ഇപ്പൊ ഈ യോണിക് സൈബോർഗിനോട് ചോദിക്കുകയാണ്, എന്തായാലും പണിഷ്മെന്റ് കിട്ടുന്നതിന് മുന്നേ എന്റെ ഒരു ആഗ്രഹം സാധിച്ചു തരുമെന്ന്. എന്നാൽ പൂർണ്ണമായിട്ടും ഈ ഒരു യോണിക് സൈബോർഗ് ഇതിനെതിർക്കാണ്. ഒന്നും നടക്കാൻ പോകുന്നില്ല, നിന്നെ ഇപ്പൊ തന്നെ ശിക്ഷ കയക്കുന്നു പറയാണ്. എന്നാൽ അവിടെ വെച്ച് മോണിക്ക്, ഈ ഡെക്സ്റ്റർ, ബാക്കിയുള്ള റോബോട്ട് എല്ലാവരും യോണിക് സൈബോർഗിനോട് അഭ്യർത്ഥിക്കുകയാണ്, ദയവ് ചെയ്തിട്ട് അവസാനത്തെ ആ ഒരു ആഗ്രഹമെങ്കിലും സാധിച്ചു കൊടുക്കുമെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ആ റോബോട്ടുകളുടെ റിക്വസ്റ്റ് ഉള്ളത് കൊണ്ട് മാത്രം യോണിക് സൈബോർഗ് ഒരു കാര്യം പറയാണ്, ഓക്കെ ഞാൻ സമ്മതിക്കാം, പക്ഷെ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഒരു കാര്യത്തിൽ അഭിനയിക്കണം. ആ TV ഷോ ഉണ്ടല്ലോ, ഹോമോ റെഡിക്കുലസ്, അതിൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം അഭിനയിക്കുന്നത് പോലെ യാതൊരു പ്രശ്നവുമില്ലാതെ എന്റെ കൂടെ അഭിനയിക്കണമെന്ന് ഈ ഒരു യോണിക് സൈബോർഗ് പറയാണ്. അതിൽ ആദ്യം തന്നെ സമ്മതം മൂളിയത് ജെനിഫർ ആയിരുന്നു. അതായത് ഏകാധിപതികളുടെ ഈ മൂടും താങ്ങാനായിട്ട് കുറെ ആൾക്കാരുണ്ടാവുമല്ലോ, വേണമെങ്കിൽ ഒരു എന്താ പറയാ സിംബോളിക്കലി അങ്ങനെ ഒരു സംഭവത്തെ ഒരു ക്യാരക്ടറിലൂടെ കാണിച്ചാണ് ഈ ജെനിഫറിനെ. എന്തായാലും ബാക്കിയുള്ളവരും അവസാനം ഒരു രക്ഷയില്ലാത്തത് കൊണ്ട് അതിന് സമ്മതിക്കുകയാണ്. അങ്ങനെ ഈ ഒരു യോണിക് സൈബോർഗ് പറഞ്ഞനുസരിച്ച് ലൈവായിട്ട് തന്നെ ഇവരെല്ലാവരും ഭയങ്കര വൾഗറായിട്ട് അനിമൽസിനെ പോലെ ബിഹേവ് ചെയ്യാണ്. അതായത് സൈബോർഗിന്റെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കുന്ന പട്ടികളെ പോലെ ഇവർ ലൈവായിട്ട് അഭിനയിക്കുകയാണ് കേട്ടോ. എന്തായാലും സൈബോർഗ് പറഞ്ഞ ഒരു കാര്യം ചെയ്തല്ലോ. ഇനി ആലീസിന്റെ അവസാനത്തെ ആ ഒരു ആഗ്രഹം ഈ ഒരു യോണിക് സൈബോർഗ് സാധിച്ചു കൊടുക്കും. അതായത് ഇവരുടെ റൂമിൽ ഈ ഒരു വീടിനുള്ളിലായിട്ട് ഭയങ്കരമായിട്ട് ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് അത് സഹിക്കാൻ കഴിയുന്നില്ല. സോ എയർ കണ്ടീഷൻ അതൊന്ന് ഓണാക്കി കൊടുക്കാൻ പറയാണ്. എന്തായാലും യോണിക് സൈബോർഗ് അത് ഓണാക്കി കൊടുക്കുന്നുണ്ട്. എന്നാൽ ഈ കള്ളപ്പന്നി സൈബോർഗ് ഉണ്ടല്ലോ, യോണിക് സൈബോർഗ് ഒരു വല്ലാത്ത ചിരിയും ചിരിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു AC ഓണാക്കി കൊടുത്തത് ഇവർക്കിട്ടുള്ള മറ്റൊരു പണിയായിരുന്നു. ഇതിന്റെ ഒരു ടെമ്പറേച്ചർ വല്ലാതെ കുറച്ച് കളയുന്നുണ്ട് കേട്ടോ. അത് ഇവർക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലാവുകയും ചെയ്തു. ഈ വീടിനുള്ളിൽ ആ ഒരു ടെമ്പറേച്ചർ വല്ലാതെ കുറഞ്ഞു വരുന്നുണ്ട്. വെള്ളക്കാകെ ഫ്രീസ് ആവാൻ തുടങ്ങി. മാക്സിമം ഇവരെ ഇതിന്റെ ഉള്ളിലിട്ട് ടോർച്ചർ ചെയ്യുക, അതാണ് ഈ ഒരു യോണിക് സൈബോർഗിന്റെ ലക്ഷ്യം തന്നെ പറയുന്നത്. എന്തായാലും ഇപ്പോൾ മനുഷ്യന്മാർ അടുത്തടുത്ത് നിൽക്കുന്ന സമയത്ത് ഒരു ടെമ്പറേച്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുമല്ലോ. സോ അത് ഷെയർ ചെയ്യാനായിട്ട് ലിയോ അതുപോലെ തന്നെ നീനിയും തീരുമാനിക്കുകയാണ്. അല്ലാതെ വേറെ റിലേഷനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതുപോലെ തന്നെ നല്ല തണുപ്പ് വന്നപ്പോൾ ജെനിഫർ ഇപ്പൊ വിക്ടറിനോടും അടുത്തേക്ക് വന്ന് കിടക്കാൻ പറയാണ്. എന്നാൽ വിക്ടർ അത് എതിർക്കാണ്. ജെനിഫറുടെ സ്വഭാവം മനസ്സിലായതുകൊണ്ട് തന്നെ അത് പറ്റില്ല, നീ ഒറ്റയ്ക്ക് നിന്നു എന്ന് പറയണം. പിന്നെ നമ്മുടെ മാക്സ് അതുപോലെ തന്നെ ആലീസ് ഇവരുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ വെച്ച് മാക്സ് ആലീസിനോട് മനസ്സ് തുറക്കുകയാണ് കേട്ടോ. അതായത് ഇത്രയും ദിവസം അവളോട് പ്രണയം നടിച്ചു നിന്നതും അവളുടെ കൂടെ കിടന്നതും അല്ലെങ്കിൽ ജീവിക്കാൻ ശ്രമിച്ചതൊക്കെ ഒരു അഭിനയമായിരുന്നു. ഇവന് എന്തൊക്കെയോ ചില കാര്യങ്ങൾ നേടിയെടുക്കണമായിരുന്നു. സോ അവളെ വഞ്ചിക്കുകയായിരുന്നു എന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ മാക്സ് ഇപ്പൊ ആലീസിനോട് പറഞ്ഞ സമയത്ത് ആലീസ് ആകെ തകർന്നു പോകുന്നുണ്ട് കേട്ടോ. എല്ലാ ഭാഗത്തുനിന്നും ചതികൾ, ആരും അവളെ സിൻസിയറായിട്ട് സ്നേഹിക്കുന്നില്ല എന്നൊക്കെ അറിഞ്ഞ സമയത്ത് ആലീസ് വല്ലാതെ നെഞ്ചു പൊട്ടിപ്പോവാണ്. ഇനിയിപ്പോൾ ഇവിടെ കിടന്നിട്ട് കരഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല, എങ്ങനെയെങ്കിലും യോണിക് സൈബോർഗ് അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടേ മതിയാവുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ മൊണീക്കിന്റെ കൂടെ ഇരുന്ന് പ്ലാൻ ചെയ്ത് വിക്ടർ ഒരു അടിപൊളി പ്ലാൻ ഉണ്ടാക്കുകയാണ്. അതായത് യോണിക് സൈബോർഗ് ഇപ്പൊ ഇവരെ കാണുന്നത് എങ്ങനെയാണ്, നോർമൽ ആയിട്ടുള്ള അതിന്റെ ആ ഒരു കാഴ്ച വെച്ചല്ല, തെർമൽ സെൻസർ വെച്ചാണ്. അതായത് ഇവരുടെ ശരീരത്തിലെ ആ ഒരു ചൂട് വെച്ച്. സോ ആ ഒരു ചൂട് പുറത്തേക്ക് കാണാതിരുന്നാൽ യോണിക് സൈബോർഗിന് ഇവരെ കാണാൻ പറ്റില്ലല്ലോ. സോ ആ രീതിയിൽ ഇവരെല്ലാവരും വസ്ത്രം ധരിക്കുകയാണ്, തലയിലൂടെ ഒരു ക്യാപ്പ് ഇടുന്നുണ്ട്. എന്നിട്ട് വന്നിട്ട് യോണിക് സൈബോർഗിനെ അറ്റാക്ക് ചെയ്യാണ്. ഇത് എവിടെ നിന്നൊക്കെ അടി വരുന്നതെന്ന് ഇപ്പൊ യോണിക് സൈബോർഗിന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം മനുഷ്യ ശരീരത്തിൽ ഹീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മനുഷ്യരാണെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പക്ഷെ അടിയിങ്ങനെ ഒരുപാട് കിട്ടിയപ്പോൾ ഇത് മനുഷ്യരാണെന്ന് മനസ്സിലായ യോണിക് സൈബോർഗ് അതിന്റെ ആ ഒരു വിദ്യ ഉപയോഗിക്കുകയാണ്. അതിന്റെ കൈകൾ ഉപയോഗിച്ച് അടി വരുന്ന ഭാഗത്തെ ഒരു സ്ഥലം നോക്കിയിട്ട് ഒരൊറ്റ വലിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആലീസ് ഇട്ടിരുന്ന അവളുടെ ആ ഒരു ക്യാപ്പ് റിമൂവ് ആവുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് അവളുടെ ഫേസ് ഇപ്പോൾ യോണിക് സൈബോർഗിന് കാണുന്നുണ്ട്. സോ ഇത് ഫൈനലാണ്. ഇനി അവളെ ജയിൽ
ജയിലിലേക്ക് അയക്കേണ്ട ആവശ്യമൊന്നുമില്ല, വെടിവെച്ച് കൊല്ലാം എന്നുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് യോണിക് എത്തുകയാണ്. മാത്രമല്ല യോണിക് സൈബോർഗ് അതിന്റെ ആ ഒരു ലേസർ കൈ എടുത്തുകൊണ്ട് അവൾക്ക് നേരെ ഒരൊറ്റ ഫയറാണ്. എന്നാൽ ഫയറിംഗിന്റെ സെക്കൻഡുകളുടെ ആ ഒരു ഗ്യാപ്പിന് മുന്നിലായിട്ട് നമ്മുടെ മൊണീക്ക് അതിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആലീസിന് ഏൽക്കേണ്ട ആ ഒരു വെടിയുണ്ടല്ലോ അത് മൊണീക്കിന് ഏൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവളിപ്പോ നിലംപൊത്തി വീഴാണ്. ആലീസിന് വേണ്ടി അവള് സാക്രിഫൈസ് ചെയ്തു. ഇതേ സമയത്ത് തന്നെ പിറകിലൂടെ വന്ന ആ ഒരു ക്ലീനിങ് റോബോട്ട് ആയിട്ടുള്ള ഡെക്സ്റ്ററും അതുപോലെ തന്നെ ലിയോയും കൂടിയിട്ട് യോണിക് സൈബോർഗിന് അനങ്ങാൻ പറ്റാത്ത രീതിയിൽ ഇതിന്റെ കാൽപാതുണ്ടല്ലോ അത് നിലവുമായിട്ട് സ്ക്രൂ ചെയ്ത് കളയാണ്. ഇതിന് വല്ലാതെ ഇപ്പൊ അനങ്ങാൻ പറ്റുന്നില്ല. എന്നാലും ഇതിന്റെ ആ ഒരു ലേസർ ഉപയോഗിച്ചുകൊണ്ട് എല്ലാവരെയും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇതേ സമയത്തിന് നമ്മുടെ ഐൻസ്റ്റീൻ, അതായത് ഐൻസ്റ്റീൻ റോബോട്ട്, ആള് കാണാൻ വലിയ മനയൊന്നും ഇല്ലെങ്കിലും പണ്ടേ പറഞ്ഞല്ലോ ആൾക്ക് ഭയങ്കര ബുദ്ധി ആയതുകൊണ്ടാണ് ഈ കോലത്തിലായത് എന്ന്. ആ റോബോട്ട് ഇപ്പോ ഈ ഒരു സൈബോർഗിന്റെ ബ്രെയിനിനെ ഹാക്ക് ചെയ്യാണ്. ആ സമയത്ത് ഇതൊന്ന് സ്ലോ ആയി. ഇതേ സമയത്ത് തന്നെ നീന വന്നിട്ട് ഇതിന്റെ മർമ്മസ്ഥാനം നോക്കി നല്ലോണം അവിടെ കരണ്ട് കയറ്റി കൊടുക്കുകയാണ്. അപ്പൊ ഇതിന്റെ ആ ഒരു ശ്രദ്ധയും കാര്യങ്ങളൊക്കെ ആകെ തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രാൻസി പോയിട്ട് ഇതിന്റെ തലയിലുള്ള ആ ഒരു മെയിൻ ചിപ്പ് ഉണ്ടല്ലോ അത് റിമൂവ് ആക്കുകയാണ്. അത് റിമൂവ് ആക്കിയ പിന്നെ എന്ത് സൈബോർഗ് എന്ത് റോബോട്ട്, പ്രോഗ്രാം ഇല്ലെങ്കിൽ പിന്നെ നോ റോബോട്ട്. എന്തായാലും ഇതിനുശേഷം നമ്മുടെ മൊണീക്കിന്റെ ആ ഒരു ബോഡി നിലത്ത് കിടക്കുകയാണല്ലോ. ഈ ഐൻസ്റ്റീൻ ആണെങ്കിലും ബോഡിയില്ല. അതുകൊണ്ട് തന്നെ അവന്റെ ആ ഒരു പ്രോഗ്രാം ഈ ഒരു മൊണീക്കിന്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് അതിന്റെ ആ ഒരു ഹെഡ് മാറ്റി ഇപ്പൊ ഐൻസ്റ്റീന്റെ ആ ഒരു ഹെഡ് വെച്ചിട്ട് അവൻ ഈ ഒരു വീടിനെ കൺട്രോൾ ചെയ്യാണ്. മാത്രമല്ല ഇവർക്ക് വേണ്ടി ആ ഒരു വാതിലും കാര്യങ്ങളൊക്കെ തുറന്നു കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇനി പോകാനുള്ളവരൊക്കെ പോകാൻ നിൽക്കുകയാണ്. എന്നാൽ വിക്ടർ ഇപ്പൊ കല്യാണം കഴിക്കാൻ നിന്ന ജെനിഫർ അവളുടെ കൂടെ ജീവിക്കാനായിട്ട് ഒരു താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അവന്റെ ആ ഒരു പഴയ ഇഷ്ടം നമ്മുടെ ആലീസിനോട് പറയാണ്. രണ്ടുപേരുടെ ഇടയിൽ സിൻസിയർ ആയിട്ടുള്ള ആ ഒരു ലവ് ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും നേരത്തെ ഇവർക്ക് വേണ്ടി അഡോപ്റ്റ് ചെയ്ത അവരുടെ കുട്ടിയാണ് നീന. സോ നീന ഇവരുടെ കൂടെ തന്നെ നിൽക്കുകയാണ്. എന്നാൽ ലിയോ അവന്റെ അച്ഛനായിട്ടുള്ള മാക്സിന്റെ കൂടെ ഇപ്പൊ പോവാണ് കേട്ടോ. സോ രണ്ടുപേരും പിരിയുമ്പോൾ അവർക്ക് അതിൻ്റെതായ ഒരു വിഷമം വരുന്നുണ്ട്. കാരണം ഇവർക്കിടയിൽ ഒരു പ്രണയം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചതിയനും ഒരുമിക്കുക എന്ന് പറഞ്ഞതുപോലെ മാക്സും നമ്മുടെ ജെനിഫറും തമ്മിൽ ഒരുമിക്കുകയാണ്. അവർ രണ്ടുപേരും ഇവിടുന്ന് രക്ഷപ്പെട്ട് അങ്ങോട്ട് പോവുകയാണ്. കൂടെ തന്നെ ലിയോവും പോകുന്നുണ്ട്. പാവം ആ കൊച്ചിന്റെ അവസ്ഥ എന്താണാവോ. എന്തായാലും ഇവരവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴാണ് ഒരു സംഭവം നടക്കുന്നത്. നേരത്തെ ഇവർ ഷട്ട് ഡൗൺ ആക്കിയിട്ട് ചിപ്പ് ഊരിയിട്ട് ആ ഒരു യോണിക് സൈബോർഗ് ഉണ്ടല്ലോ അത് എഴുന്നേറ്റ് വന്നിരിക്കുകയാണ്. അതും ഒരുപാട് രൂപത്തിലായിട്ട് ഒരു നാലഞ്ച് യോണിക് റോബോട്ടുകൾ നിൽക്കുകയാണ്. അത്ര പെട്ടെന്നൊന്നും യോണിക് സൈബോർഗുകളെ നശിപ്പിക്കാൻ കഴിയില്ല. ഇത് പാര് കാണുകയാണ്. അതായത് അച്ഛന്റെയും അതുപോലെ തന്നെ ആ ഒരു ജെനിഫറിന്റെയും കൂടെ രക്ഷപ്പെട്ടു പോകുന്ന ലിയോ കാണുകയാണ്. അവരെ രക്ഷപ്പെടുത്താനായിട്ട് ഇവരുടെ ആ ഒരു കാർ നിർത്താൻ വേണ്ടി പറയുന്നുണ്ടെങ്കിലും മാക്സ് നിർത്തൂല എന്ന് പറയാണ്, രക്ഷപ്പെടുത്താൻ പോകില്ല എന്ന് പറയാണ്. കാരണം ഇവര് നോക്കുമ്പോൾ ഒരുപാട് അധികം ഡ്രോണുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം യോണിക് സൈബോർഗിന്റെ ആ ഒരു ഡ്രോണുകളാണ്. ഇതിന്റെ ഇടയിൽപ്പെട്ടാൽ ഇവരുടെ പൊടി പോലും കിട്ടില്ല എന്ന് മനസ്സിലായ മാക്സും ജെനിഫറും ഇറങ്ങില്ല എന്ന് ഒരേ പിടിവാശിയാണ്. ഇത് കണ്ടപ്പോൾ നമ്മുടെ ലിയോ പറയാം എന്നാ നിങ്ങൾ പോയിക്കോ ഞാൻ ചാടുന്ന് പറഞ്ഞിട്ട് അവനെ എടുത്ത് ചാടുന്നുണ്ട് കേട്ടോ. നന്നായി അവറ്റകളുടെ കൂടെ പോവാത്തത്. ചതിയന്മാരാണ് രണ്ടും, മാക്സും അതുപോലെ തന്നെ ഈ ജെനിഫറും. സോ വേഗം തന്നെ ഇപ്പൊ ഈ ഒരു ആലീസ് പിന്നെ വിക്ടർ നീന ഇവരുടെ അടുത്തേക്ക് നമ്മുടെ ലിയോ എത്തുന്നുണ്ട്. ഇവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇവരുടെ ചുറ്റും യോണിക് സൈബോർഗുകൾ വന്ന് നിൽക്കുകയാണ്. എന്നാൽ ഇങ്ങോട്ടേക്ക് വന്ന ഒരുപാട് ആ ഒരു റോബോട്ടിക് ഡ്രോണുകൾ ഉണ്ടല്ലോ ആലീസിന് വീടിനെ മുഴുവനായിട്ടും പൊതിയാണ് കേട്ടോ. എന്നാൽ ഇവരെ അറ്റാക്ക് ചെയ്യുന്നതിന് പകരം ഇങ്ങോട്ടേക്ക് വന്ന യോണിക് സൈബോർഗുകളെയാണ് ഈ ഒരു ഡ്രോൺ റോബോട്ടുകൾ അറ്റാക്ക് ചെയ്യുന്നത്. അതായത് ഇതുപോലെയുള്ള സൈബോർഗുകളെ ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് കണ്ടുപിടിച്ച ഒരു പ്രത്യേകതരം ടെക്നോളജിയാണിത്. അങ്ങനെ പൂർണ്ണമായിട്ടും യോണിക് സൈബോർഗുകളെ നശിപ്പിച്ച കളയാണ്. ഭൂമി വീണ്ടും മനുഷ്യരുടെ കൺട്രോളിലേക്ക് തന്നെ വരികയാണ് കേട്ടോ. അതുപോലെ തന്നെ സെപ്പറേറ്റ് ആവാൻ നിന്ന നമ്മുടെ ആലീസും വിക്ടറും അവർ ഒരുമിച്ച് ജീവിക്കുകയാണ്. അവരുടെ കൂടെ തന്നെ നമ്മുടെ ലിയോ ഉണ്ട് പിന്നെ നീനയും ഉണ്ട്. എന്തായാലും ചതിയനായിട്ടുള്ള അച്ഛന്റെ കൂടെ ജീവിക്കുന്നതിനെക്കാട്ടും നല്ലത് ഏറ്റവും നല്ലത് ഇവിടെ തന്നെ ജീവിക്കുന്നതാണ്. എന്തായാലും നമ്മുടെ നീനയ്ക്ക് ഈ റോബോട്ടുകളെ കുറിച്ചൊക്കെ അത്യാവശ്യം നല്ലോണം അറിയാലോ. അതുകൊണ്ട് തന്നെ ഈ യോണിക് സൈബോർഗ് വീട്ടിലേക്ക് കയറി വന്നപ്പോൾ തന്നെ നശിപ്പിച്ച ഒരു കുഞ്ഞൻ റോബോട്ട് ഉണ്ട്. അതിനെ തന്നെ ഇവർ ആദ്യം തന്നെ നന്നാക്കുകയാണ്. പിന്നെ നമ്മുടെ ഐൻസ്റ്റീനെ നോക്കുകയാണെങ്കിൽ അവൻ ഈ മൊണീക്കിന്റെ ബോഡി പൂർണ്ണമായിട്ടും ഏറ്റെടുത്തിരിക്കുകയാണ് കേട്ടോ. സോ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇപ്പൊ നോക്കുന്നത് ഐൻസ്റ്റീൻ റോബോട്ടാണ്. പിന്നെ മൊണീക്കിന്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൽ ചില പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മുടെ ഐൻസ്റ്റീന്റെ തല പണ്ട് എങ്ങനെയായിരുന്നു അതുപോലെ മറ്റൊരു സ്ഥലത്ത് എടുത്തു വെച്ചിരിക്കുകയാണ്. സോ എന്തായാലും കഥയുടെ അവസാനം ഒരു ഹാപ്പി എൻഡിങ് തന്നെയാണ്. കുറച്ച് വളരെ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റോറി അല്ലേ. ഇതുപോലൊരു കഥ ഞാൻ ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.